ഹായ് ഫ്രണ്ട്സ്, ടോക്സ് വിത്ത് ഡോക്ടർ ആനന്ദിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രസ്റ്റ് ഫീഡിംഗ് അഥവാ മുലയൂട്ടലിനെ കുറിച്ചാണ്. മുലപ്പാൽ എന്ന് പറയുന്നത് ഒരു നവജാത ശിശുവിന് കിട്ടാവുന്നതിൽ വച്ച് ഏറ്റവും ബെസ്റ്റ് മിൽക്കാണ്. കാരണം നവജാത ശിശുവിന്റെ ബ്രെയിൻ ഗ്രോത്തും ബോഡി ഗ്രോത്തിനും ഏറ്റവും ഉത്തമം മുലപ്പാൽ തന്നെയാണ്. മുലപ്പാൽ എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ജന്മാവകാശമാണ്. അതേപോലെ തന്നെ മുലയൂട്ടൽ എന്ന് പറയുന്നത് ഒരമ്മയുടെയും കുട്ടിയുടെയും അവകാശമാണ്. എന്തൊക്കെയാണ് മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെന്ന് പരിശോധിക്കുക. മറ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പാലുകളെ വെച്ച് നോക്കുവാണെങ്കിലും, ഉദാഹരണത്തിന് പശുവും പാലായിക്കോട്ടെ, പൊടിപ്പാലായിക്കോട്ടെ, അതിലെല്ലാത്തിനേക്കാൾ കൂടുതൽ ന്യൂട്രീഷൻ അടങ്ങിയിരിക്കുന്നത് നമ്മുടെ മുലപ്പാലിലാണ്. ന്യൂട്രീഷൻ അടങ്ങിയിരിക്കുക എന്നത് മാത്രമല്ല, ഈ മുലപ്പാലിൽ അവൈലബിൾ ആയിട്ടുള്ള ന്യൂട്രിയൻസ് കുട്ടിക്ക് വേഗം ഡൈജസ്റ്റ് ചെയ്ത് ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യാൻ ഉള്ള വിറ്റാമിൻസും മിനറൽസും ആണ് മുലപ്പാൽ അടങ്ങിയിരിക്കുന്നത്. ഇനി ഗ്ലൂക്കോസ് അഥവാ ഷുഗേഴ്സിന്റെ കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ, മുലപ്പാൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ലാക്ടോസ് ആണ്. ഈ ലാക്ടോസ് വളരെ ഉയർന്ന തോതിൽ മുലപ്പാൽ അടങ്ങിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള മിൽക്ക്, അതായത് ഏറ്റവും മധുരമുള്ള മിൽക്ക് എന്ന് പറയുന്നത് മുലപ്പാൽ തന്നെയാണ്. ഇത് കൂടാതെ മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻസ്, ഉദാഹരണത്തിന് ലാക്ടോഫെറിൻ, ലാക്ടാൽബുമിൻ എന്ന് പറയുന്ന പ്രോട്ടീൻസ് വളരെ ഈസിലി ഡൈജസ്റ്റബിൾ ആണ്. അത് മാത്രമല്ല, ഇതിലടങ്ങിയിരിക്കുന്ന പല പ്രോട്ടീൻസിനും ബാക്ടീരിയാസിനെയും വൈറസിനെയും കില്ല് ചെയ്യാൻ, അതായത് നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഇത് കൂടാതെ പലതരത്തിലുള്ള ഫാറ്റ്സ്, ഉഫ, ഒമേഗ 2, ഒമേഗ 6, അങ്ങനെ പല ടൈപ്സ് ഉള്ള EFA, DHA, ബ്രെയിൻ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള ഫാറ്റ്സും മുലപ്പാലിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി ഓൾമോസ്റ്റ് എല്ലാ വിറ്റാമിൻസിന്റെയും മിനറൽസിന്റെയും ഒരു കലവറ തന്നെയാണ് മുലപ്പാൽ. എന്നിരുന്നാലും വൈറ്റമിൻ കെയും വൈറ്റമിൻ ഡിയും മുലപ്പാലിൽ പൊതുവെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ജനിക്കുന്ന എല്ലാ കുട്ടികൾക്കും വൈറ്റമിൻ കെ ഇഞ്ചക്ഷൻസ് കൊടുക്കാറുണ്ട്. അതുകൂടാതെ ജനിച്ച് ഒരു കുട്ടിക്ക് 1 വയസ്സാകുന്നത് വരെ നമ്മൾ ഡെയിലി വൈറ്റമിൻ D3 ഡ്രോപ്സ്, അതായത് വൈറ്റമിൻ D3 ഡ്രോപ്സ് ഇപ്പൊ ജനിച്ച് ആ കുട്ടികൾക്ക് നമ്മൾ ടിൽ 1 ഇയേഴ്സ്, 1 വയസ്സ് വരെ എല്ലാ കുട്ടികളും കൊടുക്കാറുണ്ട്. ഇനി വെള്ളത്തിന്റെ കണ്ടന്റ് നോക്കുവാണെങ്കിൽ, മുലപ്പാലിൽ 88% വാട്ടറാണ്, വെള്ളമാണ്. അതുകൊണ്ട് തന്നെ മുലപ്പാൽ കൊടുക്കുന്ന സമയത്ത് വേറെ പാല് തിളപ്പിച്ചാറിയ പാലല്ല, തിളപ്പിച്ചാറിയ വെള്ളം കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ഈവൻ സമ്മർ സീസൺ ആണെങ്കിലും പ്രത്യേകിച്ച് 6 മാസത്തിൽ താഴെയുള്ള കുട്ടികൾക്ക് മുലപ്പാൽ മാത്രം മതിയാവും. ഇനി ഇത് കൂടാതെ ബാക്ടീരിയാസിന് എഗെയിൻസ്റ്റ് ആയിട്ടും വൈറസിന് എഗെയിൻസ്റ്റ് ആയിട്ടും ഫൈറ്റ് ചെയ്യത്തക്കമുള്ള ഇമ്മ്യൂണോ ഗ്ലോബുലിൻസ്, അതായത് പലതരം പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് മുലപ്പാലിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് വേറെ അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡ് ബേബീസ്, അതായത് മുലപ്പാൽ മാത്രം കൊടുക്കുന്ന കുട്ടികൾക്ക് വയറിളക്ക രോഗങ്ങൾ, ന്യൂമോണിയ, ചെവിക്കുള്ളിലെ ഇൻഫെക്ഷൻസ്, ചെവി പഴുപ്പ്, 1 വയസ്സിൽ താഴെയുള്ള മരണനിരക്ക് എന്നിവയെല്ലാം കുറവാണ്. ഇനി നമുക്ക് കൊളോസ്ട്രത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. കൊളോസ്ട്രം അഥവാ ഫസ്റ്റ് മിൽക്ക് അഥവാ മഞ്ഞപ്പാലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഒരു കുട്ടി പ്രസവിച്ച് കഴിഞ്ഞ ഒരു ഫസ്റ്റ് 3 ഡേയ്സ് ആ കുട്ടിയുടെ അമ്മയ്ക്ക് ആകെ ഒരു 5 മുതൽ 10 ml വരെയുള്ള മഞ്ഞപ്പാലായിരിക്കും ഡെയിലി പ്രൊഡക്ഷൻ. ബ്രസ്റ്റിൽ നിന്ന് ആകെ ഒരു 5 മുതൽ 10 ml വരെ ഒരു മഞ്ഞപ്പാല് മാത്രമേ ആദ്യത്തെ ഫസ്റ്റ് 2-3 ഡേയ്സ് ഉണ്ടാവുള്ളൂ. ഈ മഞ്ഞപ്പാൽ എന്ന് പറയുന്നത് ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ കുട്ടിയെ വേറെ അസുഖങ്ങളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാവുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഒക്കെ അടങ്ങിയിരിക്കുന്ന പാലാണ് ഈ മഞ്ഞപ്പാല്. ചില സ്ഥലങ്ങളിലൊക്കെ ഈ മഞ്ഞപ്പാലിൽ പഴുപ്പുണ്ട്, ആ മഞ്ഞപ്പാല് പിഴിഞ്ഞ് കളയണം, പിഴിഞ്ഞ് കളഞ്ഞ് അതിന്റെ പഴുപ്പെല്ലാം കളഞ്ഞതിന് ശേഷമുള്ള വെള്ളപ്പാല് മാത്രമേ കൊടുക്കാവൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഈ ആദ്യത്തെ 3 ദിവസം അല്ലെങ്കിൽ ഒരു 5 ദിവസം വരെ ഉണ്ടാവുന്ന ഈ മഞ്ഞപ്പാൽ അഥവാ കൊളോസ്ട്രം നിർബന്ധമായും കുട്ടിക്ക് കൊടുക്കണം. അങ്ങനെ കുട്ടിക്ക് കൊടുക്കുന്നത് കൊണ്ട് കുട്ടിക്ക് പലതരം ഇൻഫെക്ഷൻസ് നോട് പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് കുട്ടിക്ക് കിട്ടും. ഇനി സ്റ്റൊമക് കപ്പാസിറ്റി ഓഫ് ന്യൂബോൺ. ഈ ഒരു പടത്തിൽ നമുക്ക് കാണാം, ജനിച്ച ഒരു കുട്ടിക്ക് ഫസ്റ്റ് ഡേയിൽ, അതായത് ആദ്യത്തെ ദിവസത്തും ഒരു കുട്ടിയുടെ വയറെന്ന് പറയുന്നത് ഒരു ചെറിപ്പഴത്തിന്റെ അത്രയും വലിപ്പം ഉണ്ടാവുള്ളൂ. ഒരു 3 ദിവസം ആകുമ്പോഴേക്കും ഒരു വാൾനട്ടിന്റെ അത്രയും വലിപ്പം ഉണ്ടാവും. ഒരാഴ്ച ആകുമ്പോൾ ഒരു ആപ്രിക്കോട്ടിന്റെ അത്രയും വലിപ്പം ഉണ്ടാവും.
1 മാസമാകുമ്പഴേക്കും ഒരു മുട്ടയുടെ അത്രയും വലിപ്പമുണ്ട്. അത്രയും ചെറിയൊരു സ്റ്റൊമക്കാണ് നവജാത ശിശുക്കൾക്ക്. അപ്പൊ ചില മദേഴ്സിനെങ്കിലും അല്ലെങ്കിൽ ഗ്രാൻഡ് മദേഴ്സ് അതായത് മുത്തശ്ശിമാർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും. ഈ ആദ്യത്തെ ഒരു 3 ദിവസം കിട്ടുന്ന ഒരു 5 ml പാലൊക്കെ മതിയോ ഈ കുട്ടിക്ക്? വേറെ പൊടിപ്പാലൊക്കെ കൊടുക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടാവും. അപ്പൊ അങ്ങനെ തീർച്ചയായിട്ടും ഇല്ല. ആദ്യത്തെ ദിവസങ്ങൾ വളരെ ചെറുതാണ് സ്റ്റൊമക് കപ്പാസിറ്റി നവജാത ശിശുക്കളുടെ. അപ്പൊ ആ കുറച്ച് പാല് തന്നെ ആ കുട്ടികൾക്ക് മതിയാവും. വേറെ ടെൻഷൻ അടിക്കേണ്ടതായിട്ടില്ല. ഇനി ചില സ്ഥലങ്ങളിലൊക്കെ അമ്മയ്ക്ക് ഒട്ടും പാലില്ലാത്ത സമയത്ത് കൗസ് മിൽക്ക് പശുവും പാല് കൊടുക്കാറുണ്ട്. 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. പശുവും പാല് കൊടുക്കാണ്ടിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. കാരണം പശുവും പാല് അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻസ് കസീൻ എന്ന് പറയുന്ന പ്രോട്ടീൻ അത് ഡൈജസ്റ്റ് ചെയ്യാൻ വളരെ പാടാണ്. പ്രത്യേകിച്ച് നവജാത ശിശുക്കൾക്ക് അത് ഡൈജസ്റ്റ് ചെയ്യാൻ വളരെ പാടാണ്. അത് മാത്രമല്ല ഈ കസീൻ പലതരത്തിലുള്ള അലർജീസ് കുട്ടികൾക്ക് ഉണ്ടാക്കും. വയറിളക്ക രോഗങ്ങളൊക്കെ ഉണ്ടാക്കും. പിന്നെ സോഡിയം, പൊട്ടാസ്യത്തിന്റെ അളവൊക്കെ കൗസ് മിൽക്കിൽ പശുവും പാലിൽ വളരെ കൂടുതലാണ്. അപ്പോൾ ഉയർന്ന അളവിലുള്ള സോഡിയം, പൊട്ടാസ്യം ഒക്കെ കുട്ടി കുടിക്കുന്ന സമയത്ത് കുട്ടിയുടെ കിഡ്നിക്ക് അത് ചെറുതായിട്ട് അഫക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ പരമാവധി പശുവും പാല് കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി ബേബീസിന് ഉണ്ടാവുന്ന മറ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡ് അതായത് മുലപ്പാൽ മാത്രം കൊടുക്കുന്ന കുട്ടികളുടെ ബ്രെയിൻ ഗ്രോത്ത് ഭയങ്കര കൂടുതലായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈസിലി ഡൈജസ്റ്റബിൾ ആണ്. ഇൻഫെക്ഷൻ ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. എന്താണ് മദേഴ്സിനുള്ള ബെനിഫിറ്റ്? മുലപ്പാൽ ഊട്ടുന്നത് കൊണ്ട് അമ്മയുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഒന്ന് യൂട്രസ് വേഗം ചുരുങ്ങും. നമുക്കെല്ലാവർക്കും അറിയാം പ്രസവ സമയത്ത് യൂട്രസിന്റെ സൈസ് വളരെ വലുതായിരിക്കും. പ്രസവിച്ച ഉടനെ ആ യൂട്രസ് പതുക്കെ ചുരുങ്ങാൻ തുടങ്ങും. യൂട്രസ് നന്നായി ചുരുങ്ങിക്കഴിഞ്ഞാല് ബ്ലീഡിംഗ് വേഗം സ്റ്റോപ്പ് ചെയ്യും. പ്രസവാനന്തരമുള്ള ബ്ലീഡിംഗ് വേഗം സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഈ യൂട്രസ് പലതരം ഹോർമോൺസ് അമ്മയുടെ ശരീരത്തിൽ ആക്ടിവേറ്റ് ആവുകയും ഈ യൂട്രസ് ചുരുങ്ങുക എന്നുള്ള പ്രക്രിയ വളരെ എളുപ്പത്തിൽ നടക്കും. യൂട്രസ് ചുരുങ്ങുന്നതോടുകൂടി ആ പുറത്തേക്കുള്ള ബ്ലഡിന്റെ പോക്കും രക്തസ്രാവവും വേഗം കുറയും. പിന്നെ ഈ ബ്രസ്റ്റ് ഫീഡിങ് നന്നായിട്ട് ചെയ്യുന്ന മദേഴ്സിൽ ഓവുലേഷൻ അതായത് പിന്നെ അടുത്ത ഒരു ഓവുലേഷൻ ഡിലേ ആവുന്നതോടുകൂടി അടുത്തൊരു പെട്ടെന്ന് പ്രഗ്നന്റ് ആവാനുള്ള സാധ്യത ഭയങ്കര കുറവായിരിക്കും. അത് മാത്രമല്ല മുലപ്പാൽ നന്നായി കൊടുക്കുന്ന അമ്മമാരിൽ ഭാവിയിൽ ബ്രസ്റ്റ് ക്യാൻസറും ഒവേറിയൻ ക്യാൻസറും വരാനുള്ള സാധ്യത ഭയങ്കര കുറവായിരിക്കും. അത് മാത്രമല്ല ഒരു പ്രീ പ്രഗ്നൻസി വെയിറ്റിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അതായത് പ്രസവത്തിന്റെ ആ ടൈമിൽ ചിലപ്പോൾ ഒരു 10-15 കിലോ ഒരു അമ്മയ്ക്ക് കൂടിയുണ്ടാവും. മുലപ്പാൽ കൂട്ടുന്നതിനോട് കൂടെ ഈ അമ്മയുടെ വെയിറ്റ് വളരെ പെട്ടെന്ന് കുറയുകയും ഈ പ്രസവത്തിന് മുന്നേ ഉള്ള ഒരു ബോഡി ഷേപ്പും ആ ഒരു വെയിറ്റ് ലോസും അമ്മയ്ക്ക് വേഗം അച്ചീവ് ചെയ്യാൻ പറ്റും. അത് ഒരു നല്ലൊരു ബെനിഫിറ്റ് ആണ് മദറിന് വേണ്ടിയിട്ട്. ഇനി എന്തൊക്കെയാണ് ഫാമിലിക്കും സൊസൈറ്റിക്കും ഉള്ള ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസ്റ്റ് മിൽക്കിന് യാതൊരുവിധ പൈസയുടെ ആവശ്യമില്ല. നമ്മൾ കുട്ടിക്ക് പൊടിപ്പാലാ കൊടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാല് ഏകദേശം ഒരു ടിന്ന് പൊടിപ്പാലില് തന്നെ 700 രൂപയാവും. അതൊരു 4-5 ദിവസം നിൽക്കും. വീണ്ടും പൊടിപ്പാല് വാങ്ങിക്കണം. ഒരു മാസം 4000, 5000 രൂപയാവും. അപ്പൊ ഒരു ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ട്. മാത്രമല്ല ഫാമിലി പ്ലാനിങ് കാരണം അടുത്ത കുട്ടി ഉണ്ടാവാൻ ഇത് ഡിലേ ചെയ്യും. പിന്നെ മുലപ്പാല് കൊടുക്കുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ച് വേറെ അസുഖങ്ങളൊന്നും വരില്ല. അപ്പൊ മറ്റുള്ള ഹോസ്പിറ്റൽ ചെലവൊന്നും ഉണ്ടാവില്ല. കുട്ടിയുടെ സർവൈവലിനും അത് നല്ലതാണ്. എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് അതായത് മുലപ്പാൽ മാത്രം കൊടുക്കുന്ന കുട്ടികൾക്ക് എപ്പോഴും ഐക്യു കൂടുതലായിരിക്കും, ബുദ്ധി കൂടുതലായിരിക്കും. പൊടിപ്പാൽ കൊടുക്കുന്ന കുട്ടികളെ അപേക്ഷിച്ച് മുലപ്പാൽ മാത്രം കൊടുക്കുന്ന കുട്ടികളുടെ ഐക്യു ഒരു 2 മുതൽ 7 പോയിന്റ്സ് വരെ കൂടും എന്നാണ് പല സ്റ്റഡീസും പറയുന്നത്. ഇപ്പൊ എല്ലാ അമ്മമാർക്കും കുട്ടിക്ക് ബുദ്ധി കൂടുതൽ വേണമെന്നാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് മുലപ്പാല് മാത്രം 6 മാസം കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വേറെ പൊടിപ്പാല് കൊടുക്കരുത്. ഇനി ചില മദേഴ്സ് കുപ്പിപ്പാലില് ആണ് ഈ ഫോർമുല ഫീഡ്സ് കൊടുക്കുന്നത്, പൊടിപ്പാല് കൊടുക്കുന്നത്. അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. കാരണം കുപ്പിപ്പാലിലെ നിപ്പിള് നമുക്ക് പല സമയങ്ങളിലും കറക്റ്റായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റില്ല. അതുമൂലം ഈ കുപ്പിപ്പാലിന്റെ ആ നിപ്പിളിന് ചുറ്റും ബാക്ടീരിയ ഡെവലപ്പ് ചെയ്യുകയും ഗ്രോ ചെയ്യുകയും അത് കുടിക്കുമ്പോൾ കുട്ടികൾക്ക് വയറിളക്ക രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അത് മാത്രമല്ല ഈ കുപ്പിപ്പാല് കുടിക്കുന്ന സമയത്ത് കുട്ടി കൂടുതലായിട്ട് പാല് കുടിക്കും. കാരണം കുപ്പിപ്പാലിലെ പാല് കുടിക്കാൻ വളരെ എളുപ്പമാണ്. കുപ്പിപ്പാലിൽ ഒന്ന് സക്ക് ചെയ്താൽ തന്നെ കുറേം പാല് കുട്ടിയുടെ വായിലേക്ക് വരും. അപ്പൊ കുറേം പാല് കുടിക്കും. കുട്ടി ഒബീസ് ആവാനുള്ള സാധ്യതയുണ്ട്. കുട്ടിക്ക് പലതരം വയറിളക്ക രോഗങ്ങൾ, ന്യൂമോണിയ ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നമുക്ക് കറക്റ്റായിട്ട് ബ്രസ്റ്റ് ഫീഡിങ് എങ്ങനെ ചെയ്യാം എന്ന് പറയുന്നതിനേക്കാൾ മുന്നേ
നമുക്ക് ഒരു ബ്രസ്റ്റിന്റെ അനാറ്റമി, അതായത് ബ്രസ്റ്റിന്റെ അനാറ്റമിനെ കുറിച്ച് പഠിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അതായത് ഘടനയെ കുറിച്ച് പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഈ ഒരു പിക്ചറിൽ കാണാം, ഒരു ബ്രസ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു സ്തനത്തിന്റെ മെയിൻ പോർഷൻ, അതിനുശേഷം ഒരു കറുത്ത പോർഷൻ, അതിനുശേഷമാണ് നിപ്പിൾ അഥവാ മുലക്കാമ്പ്, മുലഞട്ട് വരുന്നത്. അപ്പൊ ബ്രസ്റ്റിന്റെ മെയിൻ പോർഷൻ, അതിനുശേഷം ഏരിയോള, അതായത് നമ്മുടെ നിപ്പിളിന് തൊട്ട് ബാക്കിലുള്ള ആ വലിയ കറുത്ത ഭാഗം, അങ്ങനെ 3 പോർഷൻസ് ഉള്ളത്: നിപ്പിള്, ഏരിയോള, ബ്രസ്റ്റിന്റെ ബാക്കി പോർഷൻ. ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആ സ്ക്വയർ ബോക്സിൽ, ആ സ്ക്വയർ ബോക്സിലുള്ള ആ ഒരു ഭാഗമാണ് എന്തുണ്ടാക്കുന്നത്? പാൽ ഉൽപ്പാദിപ്പിക്കുന്നത്. പാൽ ഉൽപ്പാദിപ്പിച്ചിട്ട് ഈ പാലെല്ലാം കൂടി ഈ ഏരിയോള, അതായത് കറുത്ത ഭാഗത്തിന്റെ ആ ഭാഗത്തായിട്ടാണ് പാല് മൊത്തം സ്റ്റോർ ചെയ്യുന്നത്. അതായത് സ്ക്വയർ ബോക്സ് ഉള്ള ഭാഗം, ആ ഒരു ഏരിയ, ബ്രസ്റ്റിന്റെ ബാക്കിയുള്ള മെയിൻ പോർഷനിൽ നിന്ന് പാൽ ഉൽപ്പാദിപ്പിച്ചിട്ട് എല്ലാ പാലും ഒരു ചാനൽ വഴി ഈ ഏരിയോള, അതായത് നിപ്പിളിന് തൊട്ട് ബാക്കിലുള്ള കറുത്ത ഭാഗത്താണ് ഈ ഉൽപ്പാദിപ്പിച്ച പാല് മൊത്തം സ്റ്റോറായി കിടക്കുന്നത്. നിപ്പിൾ എന്ന് പറയുന്നത് പാല് പുറത്തേക്ക് വരുന്ന ഒരു വഴി മാത്രമാണ്. അപ്പൊ ഈ പടം എപ്പോഴും ഓർമ്മ വേണം. അങ്ങനെ ഒരു പാലിന്റെ പ്രൊഡക്ഷൻ ഒക്കെ ബ്രസ്റ്റിൽ നടന്നു. എപ്പോഴും പാല് പുറത്തേക്ക് വരുമ്പോൾ 2 തരത്തിലുള്ള പാലാ വരുന്നത്: ഫോർ മിൽക്കും ഹൈൻഡ് മിൽക്കും. മലയാളത്തിൽ പറയുകയാണെങ്കിൽ മുൻപാലും പിൻപാലും. ഈ ഒരു പിക്ചറിൽ നിന്ന് കാണാം, 2 പടങ്ങൾ കാണാം. ഇതിലെ കളർ കുറവുള്ള പാല് എന്ന് പറയുന്നത് ഫോർ മിൽക്കാണ്. കുറച്ച് മഞ്ഞ കളറിൽ കട്ടിയായിട്ടിരിക്കുന്നത്, ആ മഞ്ഞ ക്യാപ്പ് ഉള്ളത് ഹൈൻഡ് മിൽക്ക് അഥവാ പിൻപാലാണ്. ഈ ഫോർ മിൽക്കിൽ കൂടുതലും വെള്ളത്തിന്റെ അംശമാണ്. ഈ ഹൈൻഡ് മിൽക്കിലാണ് ബാക്കിയുള്ള കൊഴുപ്പ് അടങ്ങിയിരിക്കുന്ന പാല്. ഫോർ മിൽക്കും ഹൈൻഡ് മിൽക്കും രണ്ടും കുട്ടികളെ കുടിപ്പിക്കണം. കാരണം ഒരു കുട്ടി ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ഒരു 5 മിനിറ്റ് വെള്ളം കൂടുതൽ ഉള്ള പാലായിരിക്കും വരിക. ഈ വെള്ളം കൂടുതലുള്ള പാല് കുടിക്കുന്ന സമയത്ത് കുട്ടിയുടെ ദാഹം മാറും. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ വരുന്ന പാല് കുറച്ച് കട്ടിയായിട്ടുള്ള പാലായിരിക്കും. ഈ കട്ടിയായിട്ടുള്ള കൊഴുപ്പുള്ള പാല് കുട്ടിയുടെ വിശപ്പിനെ അടക്കാനും സഹായിക്കും. അപ്പൊ ഈ 2 പാലും കൊടുക്കണം. പറഞ്ഞു വന്നത്, ഒരു ബ്രസ്റ്റിൽ നമ്മൾ പാല് കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 15-20 മിനിറ്റ്സ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ് ചെയ്യണം. എന്നാൽ മാത്രമേ ഈ മുൻപാലും പിൻപാലും കിട്ടുകയുള്ളൂ. മുൻപാലും പിൻപാലും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. ഇനി ചില അമ്മമാരൊക്കെ എന്ത് ചെയ്യും? കുട്ടീനെ പാല് കുടിപ്പിക്കുന്ന സമയത്ത് മുൻപാല് മാത്രം കൊടുക്കും. അതായത് ഒരു ബ്രസ്റ്റിൽ ഒരു 5 മിനിറ്റ് ഫീഡ് ചെയ്യും, എന്നിട്ട് നിർത്തും. എന്നിട്ട് ചിലപ്പോൾ അടുത്ത ബ്രസ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. എന്നിട്ട് ആ പാല് കൊടുക്കും. അപ്പോ മുൻപാൽ മാത്രം കിട്ടും. അപ്പൊ അതായത് വെള്ളം കൂടിയ പാല് മാത്രം കിട്ടും. ഈ വെള്ളം കൂടിയ പാല് മാത്രം കിട്ടിക്കഴിഞ്ഞാല് കുട്ടി യൂഷ്വലി കൂടുതലായിട്ട് വയറിൽ നിന്ന് ലൂസായി പോകാൻ തുടങ്ങും. ലൂസായി പോകാൻ തുടങ്ങുന്ന സമയത്ത് അവിടെ ആ മലദ്വാരത്തിന്റെ ആ ഏരിയ ചുമക്കാൻ തുടങ്ങും. അവിടെ ചുമക്കാൻ തുടങ്ങുകയും ചെയ്യും. അവിടെ പതുക്കെ പൊട്ടാൻ തുടങ്ങുകയും ചെയ്യും. കുട്ടിക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ കൂടുതലായിട്ട് വയറിങ്ങനെ ലൂസായി പോവുക, പിന്നെ അവിടെ ചുമക്കുക, ഇതിനൊക്കെ ഒരു മെയിൻ റീസൺ ഈ മുൻപാല് മാത്രം കൊടുക്കുക എന്നുള്ളതാണ്. അത് കൂടാതെ ഡയപ്പർ റാഷും വരാം. പക്ഷെ യൂഷ്വലി ഈ ഫോർ മിൽക്ക്, അതായത് 5 മിനിറ്റ് ഒരു ബ്രസ്റ്റ് മാത്രം ഫീഡ് ചെയ്തിട്ട് അടുത്ത ബ്രസ്റ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്ന മദേഴ്സിലാണ് കൂടുതലും കുട്ടികളിൽ ഇങ്ങനെ കൂടുതലായിട്ട് ലൂസായിട്ട് പോകുന്നതായിട്ട് കാണുന്നത്. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഫോർ മിൽക്കില് വെള്ളത്തിന്റെ അംശമാണ് കൂടുതൽ. ദാഹം മാത്രമേ അകറ്റാൻ സഹായിക്കുള്ളൂ. കൂടുതൽ കാലറി, അതായത് പോഷകങ്ങൾ കൂടുതലുള്ളത് പിൻപാലിലാണ്. അപ്പൊ ഈ ഫോർ മിൽക്ക്, അതായത് മുൻപാല് മാത്രം കൊടുക്കുന്ന അമ്മമാരുടെ കുട്ടികൾക്ക് വെയിറ്റ് ഗെയിൻ ഭയങ്കര കുറവായിരിക്കും. അതായത് പാല് കൊടുക്കുന്നുണ്ട്, കുട്ടി മൂത്രം ഒഴിക്കുന്നുണ്ട്, പക്ഷെ കൊഴുപ്പുള്ള പാല് കിട്ടാത്തത് കൊണ്ട് കുട്ടിയുടെ വെയിറ്റ് കൂടുന്നതും കുറവായിരിക്കും. അതായത് വെയിറ്റ് ഗെയിൻ ഭയങ്കര കുറവായിരിക്കും. അപ്പൊ അത് പ്രത്യേകത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു ബ്രസ്റ്റിലെ മൊത്തം പാല് കൊടുത്തതിന് ശേഷം മാത്രമേ അടുത്ത ബ്രസ്റ്റിലെ പാല് കൊടുക്കാൻ പാടുകയുള്ളൂ. ഇനി പ്രൊലാക്റ്റിൻ റിഫ്ലക്സ്, നിങ്ങൾ ഈ പേരൊന്നും കേട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ് ബ്രെയിനിൽ നിന്ന് ഈ ഹോർമോൺ വന്നതിന് ശേഷം ബ്രസ്റ്റിൽ, അതായത് സ്തനങ്ങളിൽ പാൽ ഉൽപ്പാദിപ്പിക്കാനുള്ള സിഗ്നൽ തരുന്നത്. ഈ പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺസ് രാത്രി കാലങ്ങളിലാണ് കൂടുതലായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരമ്മ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നൈറ്റ് നന്നായിട്ട് കുട്ടിയെ ഫീഡ് ചെയ്യണം. ഡേ ഫീഡിങ് ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ ഡേ ഫീഡിങ്ങിന്റെ അത്രയും ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഡേ ഫീഡിങ്ങിനേക്കാൾ കൂടുതൽ
ഇമ്പോർട്ടൻസ് നൈറ്റ് ഫീഡ് ചെയ്യുന്നതാണ്. അതായത് രാത്രി സമയങ്ങളിൽ കുട്ടിയെ നന്നായിട്ട് ഫീഡ് ചെയ്യണം. രാത്രി സമയത്ത് കുട്ടി നന്നായിട്ട് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ തലച്ചോറിൽ ഈ പ്രൊലാക്റ്റിന്റെ ഉൽപാദനം നന്നായി കൂടുകയും അതുമൂലം വീണ്ടും ബ്രസ്റ്റ് മിൽക്ക് നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ നൈറ്റ് ഫീഡിങ് നന്നായിട്ട് ചെയ്യണം. ഇനി അടുത്തത് ഓക്സിറ്റോസിൻ റിഫ്ലക്സ്. ഇപ്പോഴും പേര് കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ് ബ്രസ്റ്റിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന മിൽക്കിനെ അവിടുത്തെ മസിൽസ് കൺട്രാക്ട് ചെയ്ത് നിപ്പിൾ വഴി പുറത്തേക്ക് ചാടിക്കുന്നത്. അപ്പൊ പ്രൊലാക്റ്റിൻ ബ്രസ്റ്റിൽ പാൽ ഉൽപ്പാദിപ്പിക്കും. അങ്ങനെ പാൽ ഉൽപ്പാദിപ്പിച്ചാൽ മാത്രം പോരല്ലോ, ഈ ഉൽപ്പാദിപ്പിച്ച പാല് നിപ്പിളിൽ നിന്ന് പുറത്തേക്ക് ചാടണമെങ്കിൽ അവിടുത്തെ മസിൽസ് കൺട്രാക്ട് ചെയ്യണം. അപ്പൊ ഈ മസിൽസ് കൺട്രാക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഓക്സിറ്റോസിൻ ആണ്. അപ്പൊ ഈ ഓക്സിറ്റോസിൻ നന്നായിട്ട് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അമ്മ ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കണം. അത് മാത്രമല്ല, അമ്മയ്ക്ക് സ്ട്രെസ് ഉണ്ടാവാൻ പാടില്ല, അമ്മയ്ക്ക് ടെൻഷൻ ഒന്നും ഉണ്ടാവാൻ പാടില്ല, അമ്മയ്ക്ക് പെയിൻ ഉണ്ടാവാൻ പാടില്ല, അമ്മയ്ക്ക് അങ്ങനെ ഡൗട്ട്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. നല്ല കോൺഫിഡന്റ് ആയിരിക്കണം. അതായത് അമ്മ ടെൻഷൻ അടിച്ചിരിക്കുകയോ അമ്മയ്ക്ക് ഭയങ്കര പെയിൻ, ഉദാഹരണം നടുവേദനയോ ഉണ്ടാവുകയോ അല്ലെങ്കിൽ പാൽ കുടിപ്പിക്കേണ്ട കാര്യങ്ങൾ കറക്റ്റ് അറിയില്ല, ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓക്സിറ്റോസിൻ ഉൽപാദനം അമ്മയുടെ ബോഡിയിൽ ഭയങ്കരമായിട്ട് കുറയും. ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു പോയിന്റ്, ഈ ഒരു സ്ലൈഡിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമാർക്ക് കറക്റ്റ് ആയിട്ടുള്ള നോളജ് ഉണ്ടാവണം. അതായത് കുട്ടീനെ എങ്ങനെ ഫീഡ് ചെയ്യണം, എന്തൊക്കെയാണ് ഫീഡിങ്ങിൽ വരാവുന്ന പ്രശ്നങ്ങൾ, അതെങ്ങനെ ഞാൻ സോൾവ് ചെയ്യണം. അത് മാത്രമല്ല, ഈ ഒരു ടൈമിൽ, അതായത് പ്രഗ്നൻസി ടൈമിൽ, ഡെലിവറി കഴിഞ്ഞ ടൈമിലൊക്കെ ഫാമിലി സപ്പോർട്ട്, പ്രത്യേകിച്ചും ഹസ്ബൻഡിന്റെ സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം നല്ലൊരു സപ്പോർട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ആ അമ്മയ്ക്ക് ടെൻഷൻ ഉണ്ടാവില്ല, അമ്മ ഭയങ്കര ഹാപ്പി ആയിരിക്കും, അമ്മ ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കും. അപ്പോൾ ഓക്സിറ്റോസിന്റെ ഹോർമോണിന്റെ ഉൽപാദനവും ഭയങ്കര നന്നായിരിക്കും. ബ്രസ്റ്റ് ഫീഡിംഗ് ഒക്കെ വളരെ സുഖകരമായിട്ടിരിക്കും. ഇനി എപ്പോഴാണ് കുട്ടിയെ ഫീഡ് ചെയ്യേണ്ടത്? എത്രയും പെട്ടെന്ന് ഫീഡ് ചെയ്യാമോ അത്രയും പെട്ടെന്ന് ഫീഡ് ചെയ്യണം എന്നാണ് പറയാനുള്ളത്. പൊതുവെ 1 മണിക്കൂറിനുള്ളിൽ, ജനിച്ച ഉടനെ 1 മണിക്കൂറിനുള്ളിൽ ഫീഡ് ചെയ്യണമെന്നാണ്. പക്ഷെ 1 മണിക്കൂർ കാത്തിരിക്കേണ്ടതായിട്ടില്ല. ആസ് സൂൺ ആസ് പോസിബിൾ, ആസ് ഏർലി ആസ് പോസിബിൾ തന്നെ നമ്മൾ ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യണം. ഇനി എങ്ങനെയാണ് ഒരു കുട്ടീനെ ഫീഡ് ചെയ്യേണ്ടത്? ഷെഡ്യൂൾഡ് ഫീഡിങ്, ഡിമാൻഡ് ഫീഡിങ്, റെസ്പോൺസീവ് ഫീഡിങ്, ഈ പല വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഷെഡ്യൂൾഡ് ഫീഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ടൈം വെച്ച് എല്ലാം 3 മണിക്കൂർ കൂടുമ്പോൾ ഫീഡ് ചെയ്യാണ് വേണ്ടത്. അതോ ഡിമാൻഡ് ഫീഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി കരയണ സമയത്ത് പാൽ കൊടുക്കും. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നൊക്കെ ഉള്ള ഒരു മലയാളം ചൊല്ലക്കല്. അപ്പോൾ അങ്ങനെയാണോ ഫീഡ് ചെയ്യേണ്ടത്? അതോ റെസ്പോൺസീവ് ഫീഡിംഗ് ആണോ? എപ്പോഴും നമ്മൾ കുട്ടീനെ ഫീഡ് ചെയ്യേണ്ടത് റെസ്പോൺസീവ് ഫീഡിംഗ് വഴിയാണ്. കാരണം ഡിമാൻഡ് ഫീഡിംഗ് എന്ന് പറഞ്ഞാൽ കുട്ടി എപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്നാൽ അപ്പോൾ പാൽ കൊടുക്കാൻ പറ്റില്ല. കുട്ടി കരയാതെ ഫുൾ ടൈം ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് വെച്ചിരിക്കാനും പാടില്ല. റെസ്പോൺസീവ് ഫീഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി കുറേയും ലക്ഷണങ്ങൾ കാണിക്കും, കുട്ടിക്ക് വിശക്കുന്നുണ്ട് എന്ന്. അപ്പൊ ആ വിശക്കുന്ന ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെ ഫീഡ് ചെയ്യുന്നതിനെയാണ് റെസ്പോൺസീവ് ഫീഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ റെസ്പോൺസീവ് ഫീഡിംഗ് ആണ് ഏറ്റവും ഉത്തമം. അല്ലാണ്ട് ടൈം വെച്ച് ഫീഡ് ചെയ്യാൻ പാടില്ല. കുട്ടി കരയുമ്പോൾ കരഞ്ഞു തുടങ്ങുന്ന സമയത്ത് ഫീഡ് ചെയ്താലും അതൊരു ബുദ്ധിമുട്ടായി മാറും. ഇനി എങ്ങനെയാണ് നമ്മൾ കുട്ടിക്ക് പാല് കുടിക്കേണ്ട ടൈമായി, അല്ലെങ്കിൽ എന്ത് ലക്ഷണമാണ് കുട്ടി ആ ടൈമിൽ കാണിക്കാൻ നോക്കാം. അപ്പൊ 3 തരത്തിലുള്ള ക്ലൂസ് കുട്ടികൾ നമുക്ക് തരും. ആ ക്ലൂ നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെയാന്ന്? ഒന്ന് എന്ന് പറയുന്നത്, ഈ ഉറങ്ങണ കുട്ടി ജസ്റ്റ് പതുക്കെ ഒന്ന് വായൊക്കെ തുറക്കും. വായ തുറന്നതിന് ശേഷം ഇങ്ങനെ പതുക്കെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ തല ചെരിക്കും. അതായത് പാൽ എവിടെയെങ്കിലും കിട്ടാനുള്ള വഴിയുണ്ടോന്ന്. അപ്പൊ ഇങ്ങനെ വായ തുറന്ന് ഇങ്ങനെ പതുക്കെ ചെരിഞ്ഞ് ഇങ്ങനെ തല ഒരു സൈഡിലേക്ക് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ചെറുതായിട്ട് വിശപ്പ് വന്ന് തുടങ്ങിയെന്ന് അമ്മ മനസ്സിലാക്കണം. ഈ ഒരു ടൈമിൽ ഫീഡിങ് ഇനിഷ്യേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. ഇനി ഈ ഒരു സമയത്ത് കുട്ടിക്ക് പാല് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റേജിലേക്ക് കുട്ടി പോകും. അടുത്ത സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി എന്താ പറയാ, കൈയും കാലൊക്കെ ഒന്ന് പതുക്കെ സ്ട്രെച്ച് ചെയ്യും. പിന്നെ കുട്ടി കൈയും കാലൊക്കെ കുറച്ചും കൂടി നന്നായിട്ട് അനക്കാൻ തുടങ്ങും. പതുക്കെ കുട്ടിയുടെ കൈ വായിലേക്ക് ഇങ്ങനെ വരും. ഈ ഒരു ലക്ഷണം കണ്ടാൽ മനസ്സിലാക്കണം ആ കുട്ടി ശരിക്കും നല്ല ഹംഗ്രിയാണ്, അതായത് കുട്ടിക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോ ഈ സമയം തെങ്കിലും ഫീഡ് ചെയ്യണം. അപ്പൊ ഈ സമയത്തും ഇങ്ങനത്തെ ഒരു ക്ലൂ കാണിച്ചിട്ടും നിങ്ങൾ ഫീഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ഭയങ്കര ദേഷ്യം വരും, കുട്ടി കരയാൻ തുടങ്ങും.
കുട്ടി കരയാൻ തുടങ്ങിയിട്ട് കൈയും കാലൊക്കെ ഇട്ട് ഭയങ്കര അടിക്കാൻ തുടങ്ങും. കുട്ടിയുടെ മുഖമൊക്കെ ചുമക്കാൻ തുടങ്ങും. അപ്പൊ ഒരിക്കലും കുട്ടീനെ ക്രയിങ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് വരാൻ ശ്രമിക്കരുത്. കാരണം ക്രയിങ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ ഫീഡിങ് ഇനിഷ്യേറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് പലപ്പോഴും സക്സസ്ഫുൾ ആവില്ല. കാരണം പെട്ടെന്ന് കരയുന്ന കുട്ടി നമ്മുടെ വലിയ കുട്ടിയെ പോലെ പെട്ടെന്ന് ചിരിക്കില്ല. ആ കുട്ടീനെ പതുക്കെ കാം ചെയ്ത് ഒന്ന് എടുത്ത് ഒന്ന് ആട്ടി പതുക്കെ ഒന്ന് കാം ഡൗൺ ചെയ്തിട്ടതിന് ശേഷം മാത്രമേ ഫീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഏർലി ക്യൂസ്, അതായത് കുട്ടി പതുക്കെ വായ തുറന്ന് സൈഡിലേക്കൊക്കെ ഇങ്ങനെ നോക്കാൻ തുടങ്ങുന്ന സമയത്ത്, അതായത് ബ്രസ്റ്റ് സെർച്ച് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഫീഡിങ് ഇനിഷ്യേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ല എന്നുണ്ടെങ്കിൽ കുട്ടി പതുക്കെ കൈ വായിലേക്ക് ഇടുന്ന ആ ഒരു ലക്ഷണം അല്ലെങ്കിൽ സ്ട്രെച്ച് ഒക്കെ ചെയ്യണ ആ ഒരു ലക്ഷണം കാണുമ്പോൾ തന്നെ ഫീഡ് ചെയ്താൽ ഫീഡിങ് വളരെ എളുപ്പമാകും. ഇനി എങ്ങനെയൊക്കെ ഒരു അമ്മയ്ക്ക് കുട്ടീനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാന്നുള്ളതാണ്. കിടത്തി ഫീഡ് ചെയ്യണോ, ഇരുത്തി ഫീഡ് ചെയ്യണോ, ഏത് രീതിയിലും അമ്മയ്ക്ക് ഫീഡ് ചെയ്യാം. പക്ഷെ എപ്പോഴും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ചോയ്സ് എന്ന് പറയുന്നത് ഇരുത്തി ഫീഡ് ചെയ്യുന്നതായിരിക്കും. ഇനി എന്തൊക്കെ പൊസിഷൻസ്, അതായത് പൊസിഷൻ ചെയ്യണ സമയത്ത്, അതായത് കുട്ടീനെ ഫീഡ് ചെയ്യണ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മൾ കുട്ടീനെ ഫുൾ സപ്പോർട്ടോടെ പിടിക്കണം. കുട്ടിയുടെ ഹെഡും ബോഡിയൊക്കെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. അമ്മ എന്താ പറയാ, കുട്ടിയുടെ ബോഡിനെ ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്യണം. ഏകദേശം ഇങ്ങനെ നന്നായിട്ട് ബാക്കിലേക്ക് ചാരിയിരുന്ന് കുട്ടി അമ്മയുടെ ബ്രസ്റ്റിലേക്ക് വരണം. അതല്ലാതെ കുട്ടീനെ മടിയിൽ കിടത്തിയിട്ട് അമ്മ ഇങ്ങനെ കുനിഞ്ഞ് ബ്രസ്റ്റ് ഇങ്ങനെ എത്തിക്കുന്ന രീതിയിലേക്ക് കിടക്കരുത്. അങ്ങനെ കുട്ടീനെ നമ്മളിങ്ങനെ അമ്മമാര് കുമ്പിട്ട് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കുട്ടീനെ ഫീഡ് ചെയ്യുകയാണെങ്കിൽ ആ അമ്മയ്ക്ക് കുറച്ച് കഴിയുമ്പോൾ നടുവേദന വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നടുവേദന പെയിൻ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ ഓക്സിറ്റോസിൻ എന്നുള്ള ഹോർമോണിന്റെ അളവ് കുറയുകയും പാലുൽപാദനം കുറയുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ ഇരുത്തി കംഫർട്ടബിൾ ആയിട്ട് ഫീഡ് ചെയ്യാം, അല്ലെങ്കിൽ കിടത്തി ഫീഡ് ചെയ്യാം. കിടന്ന് പാല് കൊടുത്താലുള്ളൊരു പ്രശ്നം, ഒന്ന്, ചിലപ്പോഴെങ്കിലും ഈ പാല് തരിപ്പിൽ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് മാത്രമല്ല, കുട്ടിയുടെ ചെവിയും നമ്മുടെ മൗത്തിന്റെ പുറം ഒരു ബാക്ക് സൈഡുമായിട്ട് നെയ്സോഫാരിങ്സ് ആ ഒരു ഏരിയ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ട്യൂബ് ഉണ്ട്. അതിനെ യൂസ്റ്റേഷൻ ട്യൂബ് എന്ന് പറയും. അപ്പൊ ഈ പാല് കൊടുക്കുന്ന സമയത്ത് ഈ കുട്ടികൾ, അതായത് ചെറിയ കുട്ടികളുടെ ഈ ട്യൂബ് കറക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈനിലായിട്ടാണ്, ഒരു ഹൊറിസോണ്ടൽ ആയിട്ടാണ്. അപ്പോൾ പാല് ചിലപ്പോ ഈ യൂസ്റ്റേഷൻ ട്യൂബ് വഴി ചെവിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുമൂലം ഇയർ ഇൻഫെക്ഷൻസ്, ഇടയ്ക്കിടയ്ക്ക് ചെവിയിൽ ഇൻഫെക്ഷൻസ് വരാനുള്ള ഒരു ചെറിയ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ലൈയിങ് പൊസിഷൻ പരമാവധി അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി അമ്മ കംഫർട്ടബിൾ വിത്ത് ലൈയിങ് പൊസിഷൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പ്രത്യേകിച്ച് വേദനയുള്ള സന്ദർഭങ്ങളിലൊക്കെ കിടത്തി പാല് കൊടുക്കണമെങ്കിൽ കിടത്തി പാല് കൊടുക്കാം. പ്രിഫറബിളി ഇരുത്തി പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇനി എങ്ങനെയാണ് ഫീഡ് ചെയ്യുന്ന സമയത്ത് ബ്രസ്റ്റ് സപ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. ബ്രസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും അമ്മ എന്ത് ചെയ്യണം, ഞാൻ നേരത്തെ പറഞ്ഞു നിപ്പിൾ ഉണ്ട്, നിപ്പിളിന് ബാക്കിലുള്ള ഏരിയോള ഉണ്ട്, അതിന്റെ ബാക്കിൽ ബ്രസ്റ്റിന്റെ ഭാഗമുണ്ട്. അപ്പൊ ഒരു സി ഷേപ്പിൽ ഹോൾഡ് ചെയ്യണം. എവിടെ ഹോൾഡ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയോളയുടെ ബാക്കിലായിട്ട്, നിപ്പിളും ഏരിയോളുടെ ബാക്കിലായിട്ട് ഒരു സി ഷേപ്പിൽ ഇങ്ങനെ 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 അങ്ങനെ പൊസിഷൻ ചെയ്തിട്ട് ബാക്കിലേക്ക് ഇങ്ങനെ കുറച്ച് പ്രസ് ചെയ്യണം. അപ്പൊ ഒരു കറക്റ്റ് ആയിട്ട് ആ നിപ്പിൾ ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കും. പല പൊസിഷനിൽ വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാം. സി ഹോൾഡ് ഉണ്ട്, യു ഹോൾഡ് ഉണ്ട്, വി ഹോൾഡ് ഉണ്ട്, ഡാൻസർ ഹോൾഡ് ഉണ്ട്. അങ്ങനെ പല രീതിയിലുള്ള പൊസിഷനിങ് ഉണ്ട്. ഏത് രീതിയിലും ഹോൾഡ് ചെയ്യാം. സി ഹോൾഡ് ആണ് യൂഷ്വലി കൂടുതൽ മദേഴ്സും പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഹോൾഡ് ചെയ്ത് ആ നിപ്പിൾ കുറച്ചും കൂടി പ്രോമിനന്റ് ആക്കിയിട്ട്, അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിപ്പിൾ കുറച്ചും കൂടി പ്രോമിനന്റ് ആവും. ഇങ്ങനെ ആയതിനു ശേഷം നമ്മൾ കുട്ടികളിൽ കാണുന്ന, സ്വതവേ ജന്മനാ കാണുന്ന കുറച്ച് റിഫ്ലക്സസിനെ നമ്മൾ ഉപയോഗപ്പെടുത്തും. എന്തൊക്കെയാണ് റിഫ്ലക്സ് നോക്കാം. റൂട്ടിംഗ് റിഫ്ലക്സ്, സക്കിംഗ് റിഫ്ലക്സ്, സ്വോളോയിങ് റിഫ്ലക്സ്. റൂട്ടിംഗ് റിഫ്ലക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നവജാത ശിശുവിന്റെ വായിന്റെ സൈഡിലായിട്ട്, ചുണ്ടിന്റെ സൈഡിലായിട്ട് തൊട്ട് കഴിഞ്ഞാൽ, വെറുതെ ജസ്റ്റ് ഒന്ന് കൈ വെച്ച് പോലും തൊട്ട് കഴിഞ്ഞാൽ ആ കുട്ടി വായ തുറന്ന് ആ സൈഡിലേക്ക്, തൊടുന്ന സൈഡിലേക്ക് തിരിയും. അതിനാണ് നമ്മൾ റൂട്ടിംഗ് റിഫ്ലക്സ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു റിഫ്ലക്സ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യും. എങ്ങനെയാ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മേന്റെ അടുത്ത് ഇങ്ങനെ സി ഷേപ്പിൽ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിട്ട് കുറച്ചൊന്ന് മിൽക്ക് എക്സ്പ്രസ് ചെയ്യും. മിൽക്ക് എക്സ്പ്രസ് ചെയ്തിട്ട് കുട്ടിയുടെ ലിപ്സിലേക്ക് ഒന്ന് ടച്ച് ചെയ്യും. ലിപ്സിലേക്ക് ടച്ച് ചെയ്യുന്ന സമയത്ത് കുട്ടി വേഗം തല ചെരിച്ച് പതുക്കെ വായ തുറക്കാൻ തുടങ്ങും. അങ്ങനെ വായ ഫുള്ളായിട്ട്
തുറന്നു കഴിയുന്ന സമയത്ത് നമ്മൾ വേഗം ആ ബ്രസ്റ്റ് കുട്ടിയുടെ വായിലേക്ക് കറക്റ്റായിട്ട് കയറ്റണം. അപ്പോൾ ഒന്ന് ആ നിപ്പിള് കറക്റ്റായിട്ട് കുറച്ച് മിൽക്ക് എക്സ്പ്രസ് ചെയ്തതിന് ശേഷം ആ മൗത്തിന്റെ അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി വായ നന്നായി തുറക്കും. ചെറുതായി തുറക്കണ സമയത്ത് നിപ്പിള് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. നന്നായിട്ട് വായ കൊച്ചു കുട്ടി നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് തുറക്കണ സമയത്ത് വേണം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബർഗർ എടുത്തു കഴിഞ്ഞാൽ ആ ബർഗർ നമ്മൾ കഴിക്കുന്നത് എങ്ങനെയാ? വലിയൊരു വായ ഫുൾ തുറന്നിട്ടാണ് അത് ബൈറ്റ് ചെയ്യുന്നത്. അതല്ലാതെ ഒരു ചെറിയ വായ തുറന്ന് നമുക്ക് ബർഗർ കഴിക്കാൻ പറ്റില്ല. കാരണം മൊത്തം അത് വായന്റെ ഉള്ളിലേക്ക് പോകില്ല. അതുപോലെ തന്നെ കുട്ടിയുടെ ആ വായ നന്നായിട്ട് വലിയതായിട്ട് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. യൂഷ്വലി കുട്ടികൾ അപ്പൊ തന്നെ വായ നന്നായിട്ട് തുറക്കും. അങ്ങനെ വായ നന്നായിട്ട് തുറക്കുന്ന സമയത്ത് ഈ ഒരു ഫിഗറിൽ കാണിച്ച പോലെ നമ്മുടെ ഏരിയോള, അതായത് നിപ്പിളിന് ചുറ്റുമുള്ള ഏരിയോള, ഈ ഏരിയോളയുടെ അടിഭാഗം കുട്ടിയുടെ കീഴ്ചുണ്ടിന്റെ അവിടെ ടച്ച് ചെയ്തതിന് ശേഷം പതുക്കെ ഒന്ന് പ്രസ് ചെയ്യണം. പ്രസ് ചെയ്തിട്ട് ഈ നിപ്പിളിന്റെ ഭാഗം കുട്ടിയുടെ അണ്ണാക്ക് ഈ ഒരു ഡയറക്ഷൻ കണ്ടില്ലേ? ഈ ഒരു ഡയറക്ഷനിലേക്ക് വേണം നന്നായിട്ട് കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പൊ അടിഭാഗം ഏരിയോള ലോവർ ലിപ്പിന്റെ അവിടെ ടച്ച് ചെയ്യണം. നിപ്പിള് കറക്റ്റ് കുട്ടിയുടെ മൂക്കിന്റെ ഡയറക്ഷനിലേക്ക് ആ ഒരു പാരലായിട്ട് ആ മേൽചുണ്ടിന്റെ അവിടേക്ക് ഈ ഒരു ഡയറക്ഷനിൽ വേണം നിപ്പിള് കുട്ടിയുടെ വായിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. അല്ലാതെ ഈ രീതിയിലല്ല ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഈ രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയുടെ വായ ചെറുതായിരിക്കും. കുട്ടി നിപ്പിളിൽ മാത്രം അറ്റാച്ച് ചെയ്യുള്ളൂ. അപ്പൊ നിപ്പിളിൽ മാത്രം അറ്റാച്ച് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ല, ഫസ്റ്റ് ബ്രസ്റ്റിന്റെ ഒരു പിക്ചർ കാണിച്ചപ്പോ ആ പിക്ചറിൽ ബ്രസ്റ്റ് മിൽക്ക് മൊത്തം സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഈ ഏരിയോള, അതായത് നിപ്പിളിന് ചുറ്റുമുള്ള കറുത്ത ഭാഗത്താണ് ആ ബ്രസ്റ്റ് മിൽക്ക് മൊത്തം സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കറുത്ത ഭാഗം ഉള്ളിലേക്ക് പോയാൽ മാത്രമേ നമ്മുടെ ബ്രസ്റ്റ് ഫീഡിങ് സക്സസ്ഫുൾ ആവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ആവാൻ പാടില്ല. നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഈ രീതിയിൽ അറ്റാച്ച് ചെയ്ത് കറക്റ്റ് വായന്റെ ഉള്ളിൽ കയറ്റുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഇതാണ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ്. അതായത് ആ കറുത്ത ഭാഗം ഓൾമോസ്റ്റ് മൊത്തം കുട്ടിയുടെ വായിന്റെ ഉള്ളിലേക്ക് പോയി, നിപ്പിളും വായന്റെ ഉള്ളിലേക്ക് പോയി. ആ കറുത്ത ഭാഗത്തിന്റെ കുറച്ച് ഭാഗം മുകളിൽ കാണാം. ഇതാണ് കറക്റ്റ് ആയിട്ട് അറ്റാച്ച്മെന്റ്. കുട്ടിയുടെ വായ നല്ല വൈഡ് ആയിട്ട് ഓപ്പൺ ആണ്. കുട്ടിയുടെ താടി ബ്രസ്റ്റിനോട് അറ്റാച്ച്ഡ് ആണ്. താഴത്തെ ഏരിയോള ഒട്ടും തന്നെ കാണാനില്ല. മുകൾ ഭാഗത്തെ ഏരിയോള ജസ്റ്റ് കാണാൻ പറ്റും. ഇത് നല്ലൊരു അറ്റാച്ച്മെന്റ് ആണ്. ഇങ്ങനെ പാല് കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ഇരിക്കും. അതായത് ഈ ഒരു പിക്ചറിൽ കാണാം ആ ഏരിയോള കറുത്ത ഭാഗം ഓൾമോസ്റ്റ് കുട്ടീന്റെ വായന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. നിപ്പിള് കറക്റ്റ് കുട്ടിയുടെ പാലറ്റ്, അതായത് അണ്ണാക്കിന്റെ ആ ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഫീഡ് ചെയ്യുന്ന സമയത്ത് നിപ്പിളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കുട്ടിയുടെ ഗമ്മ്, കാരണം കുട്ടിക്ക് പല്ലില്ല, അപ്പൊ മോണയുടെ പ്രഷർ വരുന്നില്ല. ആ കുട്ടി സക്ക് ചെയ്യുന്നത് മൊത്തം ഈ കറുത്ത ഏരിയോളയിലാണ്. അപ്പൊ കറുത്ത ഏരിയോളയിൽ സക്ക് ചെയ്താലാണ് ആ പാല് മൊത്തം കുട്ടിക്ക് നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു അറ്റാച്ച്മെന്റ് എല്ലാവരും ശ്രദ്ധിക്കണം. കുട്ടിയുടെ കീഴ്ചുണ്ട്, അതായത് താഴത്തെ ലിപ്സ് ഇങ്ങനെ വിടർന്നിരിക്കും, പുറത്തേക്ക് ഇങ്ങനെ നിൽക്കും. അപ്പൊ ഇതാണ് ഐഡിയൽ അറ്റാച്ച്മെന്റ്. ഒരു സമയത്തും നമ്മളിങ്ങനെ ഈ അമ്മ കാണിക്കുന്ന പോലെ കുനിഞ്ഞിരുന്ന് കൊടുക്കരുത്. അതായത് ഷോൾഡർ ഒക്കെ ഫോർവേഡ് ബെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അമ്മയ്ക്ക് പെട്ടെന്ന് നടുവേദനയും ഷോൾഡർ പെയിനൊക്കെ വരും. അപ്പോൾ അമ്മയ്ക്ക് ഫീഡ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റും പോവും. ഈ പെയിൻ മൂലം മിൽക്ക് പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യും. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പിക്ചർ എന്ന് പറയുന്നത് നന്നായിട്ട് മുലയില് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു കുട്ടിയാണ്. കണ്ടോ? നന്നായിട്ട് മൗത്തൊക്കെ വിടർന്നിരിക്കുന്നുണ്ട്. ആ ഏരിയോള ഓൾമോസ്റ്റ് കാണാനില്ല. കുട്ടിയുടെ കീഴ്ചുണ്ട്, താടിയൊക്കെ ബ്രസ്റ്റിനോട് ഓൾമോസ്റ്റ് ടച്ച് ചെയ്തിരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നല്ല ഒരു അറ്റാച്ച്മെന്റിന്റെ ലക്ഷണം. ഇതൊരു പൂർ അറ്റാച്ച്മെന്റ് ആണ്. പൂർ അറ്റാച്ച്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നിപ്പിളിൽ മാത്രമാണ് കുട്ടി സക്ക് ചെയ്യുന്നത്. ഇങ്ങനെ സക്ക് ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ എന്താ പറയാ ആ മോണ വച്ചിട്ട് കുട്ടി നിപ്പിളിൽ കൂടുതലായി സക്ക് ചെയ്യും. അങ്ങനെ നിപ്പിളിൽ കൂടുതലായിട്ട് സക്ക് ചെയ്താലുള്ള പ്രശ്നം ഇതുണ്ട്. ഈ ഒരു പിക്ചറിൽ കണ്ടോ? നിപ്പിളിൽ കൂടുതലായിട്ട് സക്ക് ചെയ്താലുള്ള പ്രശ്നം, നിപ്പിളിൽ സക്ക് ചെയ്താൽ അധികം പാല് കിട്ടില്ല. അപ്പൊ പാല് കിട്ടാത്തതുകൊണ്ട് കുട്ടി കുറച്ചും കൂടി സ്പീഡിൽ സക്ക് ചെയ്യും. അങ്ങനെ സ്പീഡിൽ സക്ക് ചെയ്യുന്ന സമയത്ത് നിപ്പിളിൽ തൊലി പോവും, പിന്നെ പെയിൻ വരും, അങ്ങനത്തെ ഇഷ്യൂസ് വരും. അപ്പൊ ഇതൊരു പൂർ അറ്റാച്ച്മെന്റ് ആണ്. ഇങ്ങനെയല്ല അറ്റാച്ച് ചെയ്യേണ്ടത്. ഇത് തെറ്റായിട്ടുള്ള രീതിയിലുള്ള അറ്റാച്ച്മെന്റ് ആണ്. അപ്പോ നന്നായി പാല് കുടിക്കുന്ന ഒരു കുട്ടി നന്നായിട്ട് സക്ക് ചെയ്ത്
ഇടയ്ക്ക് ഒന്ന് നിർത്തിയിട്ട് ആ പാല് മൊത്തം ഒന്ന് വിഴുങ്ങും, എന്നിട്ട് വീണ്ടും സക്ക് ചെയ്യും. കവളൊക്കെ എപ്പോഴും നല്ല വീർത്തിരിക്കും. അങ്ങനെ പാല് നന്നായിട്ട് കൊടുത്ത കുട്ടിക്ക് ഒരു ബ്രസ്റ്റിലെ പാല് കംപ്ലീറ്റ് കൊടുക്കണം. ഏകദേശം 20 മിനിറ്റ്സ് ഒക്കെ എടുക്കും, ചിലപ്പോൾ ഹാഫ് ആൻ അവർ ഒക്കെ എടുക്കും, അരമണിക്കൂറൊക്കെ എടുക്കും ഒരു ബ്രസ്റ്റിലെ പാല് മൊത്തം കുടിച്ചു കഴിഞ്ഞാൽ. കുടിച്ചതിന് ശേഷം നമ്മൾ ഗ്യാസ് തട്ടിക്കളയണം. കാരണം കുട്ടിയിൽ പാല് കുടിക്കുന്ന സമയത്ത് കുറേയൊക്കെ എയറും കൂടി വലിച്ചു കയറ്റും. അങ്ങനെ വയറ് കുറച്ച് എയറായിട്ട് ഇങ്ങനെ ബ്ലോട്ട് ചെയ്ത് നിൽക്കും. അപ്പൊ ഈ എയർ കൂടുതൽ ട്രാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയുടെ വയറ് വീർക്കുകയും ഗ്യാസ് കയറുകയും അപ്പോൾ വയറ് വേദന ഉണ്ടാവുകയും ഭയങ്കരമായിട്ട് കുട്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാലിങ്ങനെ പുളിച്ചു തട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുട്ടീനെ ബർപ്പ് ചെയ്യാം, അഥവാ കുട്ടീന്റെ ബാക്കിൽ തട്ടി കൊടുക്കണം. അതിനാണ് ബർപ്പിംഗ് എന്ന് പറയുന്നത്. അതിന് യൂഷ്വലി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒന്നിലും കുട്ടീനെ ഇതേപോലെ തോളത്തേക്ക് ഇട്ടിട്ട് നമ്മുടെ കൈ ഇങ്ങനെ ഒരു കപ്പ് ഷേപ്പ് പോലെ ആക്കിയിട്ട് നമുക്ക് ബാക്കിൽ ഇങ്ങനെ തട്ടിക്കൊടുക്കാം. ബാക്കിൽ ഇങ്ങനെ തട്ടിക്കൊടുത്ത് ഒരു 5 മിനിറ്റ് ഒക്കെ ഇങ്ങനെ തട്ടിക്കൊടുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഗ്യാസ് ഇങ്ങനെ എസ്കേപ്പ് ആയിക്കൊണ്ടിരിക്കും. എന്നിട്ട് നമുക്ക് കുട്ടിയെ കിടത്താം. ഇനി ഇങ്ങനത്തെ പൊസിഷൻ അല്ലാതെ കുട്ടീനെ മടിയിൽ ഇരുത്തിയിട്ട് ഒരു കൈ ഫ്രണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് മറ്റേ കൈ വെച്ച് തട്ടിക്കൊടുക്കാം. അല്ലെങ്കിൽ കുട്ടീനെ ഇങ്ങനെ നമ്മുടെ കാലിൽ കിടത്തിയിട്ടും തട്ടിക്കൊടുക്കാം. ഏത് പൊസിഷനും അഡോപ്റ്റ് ചെയ്യാം, ഏതാണ് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ പൊസിഷൻ അഡോപ്റ്റ് ചെയ്യാം. അങ്ങനെ ഗ്യാസ് മൊത്തം ഒന്ന് കളയണം. അപ്പൊ ഗ്യാസ് കളയുന്ന സമയത്ത് കുറച്ചൊക്കെ കുട്ടി ഒന്ന് കക്കും, അത് പേടിക്കേണ്ടതായിട്ടില്ല. എന്നിട്ട് നമുക്ക് കുട്ടീനെ കിടത്താം. അപ്പൊ കിടത്തുന്ന സമയത്ത് ഇങ്ങനെ മലർത്തി കിടത്തുന്നേക്കാൾ നല്ലത് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ചെറുതായിട്ട് ചെരിച്ച് കിടത്തി കഴിഞ്ഞാൽ കുട്ടിക്ക് കുറച്ചും കൂടി സുഖം കിട്ടും. മലർന്ന് കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ ആസ്പിറേറ്റ് ചെയ്യാൻ, അതായത് പാല് ഇങ്ങനെ തികട്ടി വരുമ്പോൾ മൂക്കിലേക്ക് കയറാനും ശ്വാസനാളത്തിലേക്ക് കയറാനുള്ള സാധ്യത കുറച്ച് കൂടുതലുണ്ട്. അപ്പൊ ഒന്ന് ചെരിച്ച് കിടത്തി കഴിഞ്ഞാൽ അതിനുള്ളൊരു സാധ്യത കുറച്ച് കുറയും. ഇനിയിപ്പോ മലർത്തി കിടത്തിയാലും കുഴപ്പമൊന്നുമില്ല, ഗ്യാസ് മൊത്തം കളയണം എന്നുള്ളതാണ്. ഇനി എന്റെ കുട്ടീനെ എത്ര നേരം കൂടുമ്പോൾ മദർ ഫീഡ് ചെയ്യണമെന്ന് ചോദിക്കും. അപ്പൊ ഐഡിയലി ഞാൻ പറഞ്ഞില്ലേ, റെസ്പോൺസീവ് ഫീഡിംഗ് ആണ്. കുട്ടിക്ക് വിശപ്പുള്ള സമയത്തൊക്കെ പാല് കൊടുക്കാം. അതായത് ഏകദേശം ഒരു 2 മണിക്കൂർ മുതൽ 3 മണിക്കൂർ ഗ്യാപ്പിൽ നമുക്ക് കൊടുക്കാം. അറ്റ്ലീസ്റ്റ് 8 to 10 ടൈംസ് ഇൻ 24 hours കൊടുക്കണം. രാത്രി കാലങ്ങളിൽ നന്നായിട്ട് ഫീഡ് ചെയ്യണം. ഇനി ചില അമ്മമാരൊക്കെ നമ്മളെ കാണാൻ വരുമ്പോൾ പറയും, എനിക്ക് ബ്രസ്റ്റ് മിൽക്ക് ഭയങ്കര കുറവാണ് സാറേ, പൊടിപ്പാൽ എഴുതി തരണം എന്ന്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് എങ്ങനെയാണ് ഒരമ്മയുടെ മുലപ്പാൽ കുട്ടിക്ക് ആഡ്വക്കേറ്റ് ആയിട്ട് കിട്ടുക എന്നുള്ളത് ചില ലക്ഷണങ്ങൾ നമുക്ക് നോക്കാം. ആവശ്യത്തിൽ കൂടുതൽ മുലപ്പാൽ കിട്ടുന്ന കുട്ടികൾക്ക്, ആവശ്യത്തിനുള്ള മുലപ്പാൽ കിട്ടുന്ന കുട്ടികളുടെ ഒരു യൂറിനേഷൻ പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു 6 തവണ അവർ മൂത്രമൊഴിക്കും 24 hours. അത് കൂടാതെ നന്നായിട്ട് ചിലപ്പോൾ മൂത്രമൊഴിക്കും. അപ്പൊ അമ്മമാര് പറയും നമ്മുടെ അടുത്ത്, കുട്ടിക്ക് പാലൊട്ടും തികയുന്നില്ല ഡോക്ടറെ എന്ന് പറയും. അപ്പൊ ഞാൻ ചോദിക്കും, എത്ര തവണ കുട്ടി മൂത്രമൊഴിക്കുന്നുണ്ടെന്ന് ചോദിക്കും. അപ്പൊ ആ മദർ പറയും, തുരുതുരാന്ന് മൂത്രം പോകണ്ടെന്ന്. അപ്പൊ ഞാൻ ആ മദറിനെ ഒന്ന് കംഫർട്ട് ചെയ്യും, അതായത് പാൽ ആവശ്യത്തിൽ കൂടുതലുള്ളത് കൊണ്ടാണ് മൂത്രം നന്നായിട്ട് ഒഴിക്കുന്നത്. കാരണം വേറെ പാലോ അല്ലെങ്കിൽ വേറെ വെള്ളമോ ഒന്നും നമുക്ക് കുട്ടിക്ക് കൊടുക്കുന്നില്ല. അപ്പൊ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് യൂറിൻ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആഡിക്വേറ്റ് ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടെന്നാണ്. അത് കൂടാതെ കുട്ടി ഇടയ്ക്കിടയ്ക്ക് അപ്പിയിടും, ഒന്ന് പാല് കുടിച്ചാൽ ഒരു 2-3 മണിക്കൂർ സുഖമായിട്ട് ഉറങ്ങും. പിന്നെ വെയിറ്റ് ഗെയിൻ നന്നായിട്ടുണ്ടാവും. ആഴ്ചയിൽ ഒരു 200 ഗ്രാം വെച്ച് കൂടും. ഫസ്റ്റ് 3 months ഓഫ് ലൈഫിൽ ആഴ്ചയിൽ 200 ഗ്രാം വെച്ച് കൂടും. പിന്നെ ഒരു ബ്രസ്റ്റിൽ പാല് കൊടുക്കുന്ന സമയത്ത് മറ്റേ ബ്രസ്റ്റിൽ പാൽ ഇറ്റിറ്റ് വീഴുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്കുള്ള ബ്രസ്റ്റ് മിൽക്ക് ആഡിക്വേറ്റ് ആണെന്നുള്ളതാണ്. ഇനി പലതരം ഇഷ്യൂസ് ഈ ബ്രസ്റ്റ് ഫീഡിങ് നമ്മൾ കണ്ടുവരാറുണ്ട്. ഇൻവേർട്ടഡ് നിപ്പിൾസ്, ഫ്ലാറ്റ് ആയിട്ട്, അതായത് നിപ്പിൾ ഇങ്ങനെ പരന്നിരിക്കുക, നിപ്പിൾ ഉള്ളിലേക്ക് ഒഴിഞ്ഞിരിക്കുക. സോർ നിപ്പിൾ, അതായത് നിപ്പിളിന് ചുമക്കുക. ബ്രസ്റ്റ് എൻഗോർജ്മെന്റ്, അതായത് ബ്രസ്റ്റ് ഭയങ്കരമായിട്ട് വീർക്കുക അല്ലെങ്കിൽ ബ്രസ്റ്റിൽ പഴുപ്പ് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇൻവേർട്ടഡ് നിപ്പിൾ, ഫ്ലാറ്റ് നിപ്പിൾ എന്ന് പറഞ്ഞാൽ മുലക്കാമ്പ് തീരെയില്ല, മുലക്കണ്ണ് തീരെയില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് ഈ സിറിഞ്ച് വെച്ചിട്ട് സിറിഞ്ചിന്റെ അറ്റത്തെ പോർഷൻ ഇതേപോലെ പിക്ചർ കാണിച്ച പോലെ കട്ട് ചെയ്ത് അത് തിരിച്ചിട്ടിട്ട് അതിന്റെ ആ സ്മൂത്ത് ആയിട്ടുള്ള പോർഷൻ പതുക്കെ നിപ്പിളിന്റെ അവിടേക്ക് വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ ബാക്കിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ നിപ്പിൾ പുറത്തേക്ക് വരും, എന്നിട്ട് ഫീഡ് ചെയ്യാം. ഇനി അടുത്തത് സോർ നിപ്പിളാണ്. സോർ നിപ്പിൾ എന്ന് പറയുന്നത് നിപ്പിളിന് ചുറ്റും അവിടെ തൊലി മൊത്തം പോയി അവിടെ റെഡ്നെസ് വരുന്നതിനെയാണ് സോർ നിപ്പിൾ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് സോർ നിപ്പിൾ വരണേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർ അറ്റാച്ച്മെന്റ് കൊണ്ടാണ്. അതായത് കറക്റ്റ് ആയിട്ട് ഏരിയോളം മൊത്തം, അതായത് ആ മുല ഞട്ടിന് ചുറ്റുമുള്ള ഏരിയോളം മൊത്തം നന്നായിട്ട് അറ്റാച്ച് ചെയ്തിരുന്നെങ്കിൽ വായന്റെ ഉള്ളിലേക്ക് പോയേനെ.
അപ്പൊ നിപ്പിളില് ഒരിക്കലും കുട്ടിയുടെ മോണ വന്ന് പ്രസ് ചെയ്യില്ല, സക്ക് ചെയ്യില്ല. അപ്പൊ നിപ്പിൾ ആക്ച്വലി ഫ്രീ ആയിട്ടിരിക്കും നന്നായിട്ട് അറ്റാച്ച്മെന്റ് ചെയ്യണ സമയത്ത്. അപ്പൊ നിപ്പിൾ ഒരിക്കലും ഇറോഷൻ വരില്ല, റെഡ്നെസ് വരില്ല, തൊലി പോവില്ല. അപ്പോൾ കറക്റ്റ് അറ്റാച്ച്മെന്റ് കറക്റ്റ് ആവാത്തതുകൊണ്ടാണ് ഈ നിപ്പിൾ റെഡ്നെസ്സും വരുന്നത്, നിപ്പിളില് പെയിനും വരുന്നത്, തൊലിയും പോകുന്നത്, അല്ലെങ്കിൽ ക്രാക്ക് വീഴുന്നത്. അപ്പോൾ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറ്റാച്ച്മെന്റ് കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ ഒരിക്കലും നിപ്പിൾ ഇറോഷൻ വരില്ല. ഇനി ഇങ്ങനെ ഓൾറെഡി വന്നു പോയ അമ്മമാര് എന്താ പറയാ, അറ്റാച്ച്മെന്റ് കറക്റ്റ് ആക്കാൻ നോക്കുക. അതല്ലാതെ ഓയിന്റ്മെന്റ് പരട്ടുക, അതൊന്നും അല്ല അതിന്റെ ഓപ്ഷൻ. എന്നിട്ട് നിപ്പിള് പൊട്ട് അല്ലെങ്കിൽ നിപ്പിൾ റെഡ്നസ് വരുന്ന സമയത്ത് നിപ്പ് കെയർ ഓയിന്റ്മെന്റ് തേച്ചുകൊണ്ടൊന്നും നിങ്ങളുടെ പ്രോബ്ലംസ് സോൾവ് ആകാൻ പോകുന്നില്ല. അറ്റാച്ച്മെന്റ് കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ അത് വേഗം ഇഷ്യൂ സോൾവ് ആവും. ഇനി അങ്ങനെ സോർ നിപ്പിൾ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, പൊസിഷൻ കറക്റ്റ് ആക്കി അറ്റാച്ച്മെന്റ് കറക്റ്റ് ആക്കി ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ കണ്ടിന്യൂ ചെയ്തതിന് ശേഷം പതുക്കെ ലാസ്റ്റ് വരുന്ന പാല്, ഹൈൻഡ് മിൽക്ക് അഥവാ പിൻപാലെടുത്ത് കുറച്ച് പിഴിഞ്ഞിട്ട് അവിടേക്ക് പരട്ടി കൊടുക്കുക. കുറച്ച് വായു സഞ്ചാരം അവിടേക്ക് വരിക, ഒന്ന് എയർ ഡ്രൈ ചെയ്യുക. പിന്നെ എപ്പോഴും പാൽ കൊടുക്കുന്ന സമയത്ത് അവിടെ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. വല്ലപ്പോഴും വാഷ് ചെയ്താൽ മതി. അങ്ങനെ വാഷ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ മെഡിക്കേഡ് ക്രീംസ് ഒക്കെ പരമാവധി അവോയ്ഡ് ചെയ്യണം. ഇപ്പോൾ കുറെ ഓയിൻമെന്റ്സ് ഉണ്ടല്ലോ, അങ്ങനെ ഓയിൻമെന്റ്സ് ഒന്നും പരട്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു അഡ്വാൻറ്റേജ് ഇല്ല. പൊസിഷൻ കറക്റ്റ് ആക്കാതെ കുറച്ച് റിലീഫ് കിട്ടും ആ സമയത്ത്, എന്നിരുന്നാലും കറക്റ്റ് ആയിട്ട് ഇതിന്റെ ഒരു റിലീഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ പൊസിഷൻ കറക്റ്റ് ആയിട്ട് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ വേഗം ശരിയാവും. ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യണം ഇങ്ങനത്തെ സാഹചര്യം. കാരണം ബ്രസ്റ്റ് ഫീഡിങ് ഈ സന്ദർഭങ്ങളിൽ അമ്മമാർ എന്ത് ചെയ്യും, പെയിൻ കൊണ്ട് നിർത്തും. അങ്ങനെ നിർത്തി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ്, ബ്രസ്റ്റ് എങ്ങനെ വലുതാവും. അപ്പൊ ഇങ്ങനത്തെ രീതിയിൽ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെ കറക്റ്റ് അറ്റാച്ച്മെന്റ് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും സോർ നിപ്പിൾ വരില്ല, അതായത് നിപ്പിൾ റെഡ്നെസ്സോ ക്രാക്കോ വരില്ല. ഇനി നമ്മൾ ഈ ഒരു വേദന കൊണ്ട് നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് നിർത്തി കഴിഞ്ഞാൽ പാല് കൂടുതലായിട്ട് ബ്രസ്റ്റിൽ കെട്ടിക്കിടക്കും. അങ്ങനെ ബ്രസ്റ്റിൽ ചുമപ്പ് വരും. അങ്ങനെ ചുമപ്പ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഇത് പഴുപ്പായി മാറും. അപ്പൊ ഇങ്ങനത്തെ ഒരു കുറച്ചൊന്ന് ബ്രസ്റ്റ് വലുതാവുമ്പോൾ തന്നെ നമ്മളത് പ്രിവെന്റീവ് ആയിട്ടുള്ള അത് ഇനി കൂടാണ്ടിരിക്കാനുള്ള സ്റ്റെപ്സ് എടുക്കണം. അപ്പോൾ എന്തൊക്കെ ചെയ്യണം, അറ്റാച്ച്മെന്റ് നേരത്തെ നന്നായി കറക്റ്റ് ആക്കിയിട്ട് നന്നായിട്ട് ഫീഡ് ചെയ്യണം. ഫീഡ് ചെയ്യാത്ത സമയത്ത് എന്തെങ്കിലും കാരണം കൊണ്ട് മദേഴ്സിന് ഫീഡ് ചെയ്യാൻ പറ്റുന്ന സമയമാണെങ്കിൽ നന്നായിട്ട് പാല് പിഴിഞ്ഞ് കളയണം. അപ്പൊ ഇങ്ങനെ ബ്രസ്റ്റ് തടിപ്പുള്ള അമ്മമാർക്ക് അത് പെട്ടെന്ന് റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വാം വാട്ടർ പാക്സ്, ഒരു ഹോട്ട് വാട്ടർ ബാഗ് അവിടെ ഒരു 10 മിനിറ്റ് വയ്ക്കുക. അധികം ചൂടുള്ളതല്ല, ഒരു ഇളം ചൂടുള്ള ഹോട്ട് വാട്ടർ ബാഗ് അവിടെ വയ്ക്കുക. പെയിൻ വല്ലാണ്ട് കൂടുതലുണ്ടെങ്കിൽ പാരസെറ്റമോൾ കഴിക്കാം. ഭയങ്കര പെയിൻ ഉണ്ടെങ്കിൽ ഐബുപ്രൂഫൻ കഴിക്കാം. അലർജി ഇല്ലാന്ന് ഉറപ്പാക്കണം മരുന്നുകൾക്ക്, എന്നിട്ട് കഴിക്കാം. പിന്നെ ബ്രസ്റ്റ് അടിയിലേക്ക് മസാജ് ചെയ്യാം. അപ്പം ബ്രസ്റ്റ് അങ്ങനെ ചെയ്യണം, മസാജ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊക്കെ ഒന്ന് ആ ഒരു ബ്രസ്റ്റ് ടിഷ്യൂ സോഫ്റ്റൻ ആവും. എന്നിട്ട് ബ്രസ്റ്റ് മിൽക്ക് കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ കോൾഡ് കംപ്രസും വയ്ക്കാം. അപ്പോൾ അങ്ങനെ അത് ചെയ്യാം. ഇനി ഈ ബ്രസ്റ്റ് എൻഗോർജ്മെന്റ്, അത് ബ്രസ്റ്റ് തടുപ്പുള്ള സമയത്തും ഫീഡ് ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാല് പിഴിഞ്ഞ് കളയാതിരുന്ന് കഴിഞ്ഞാൽ അവിടെ പഴുപ്പായി മാറും ചിലപ്പോൾ. അങ്ങനെ പഴുപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ആ പഴുപ്പ് നമുക്ക് കുത്തിയെടുത്ത് കളയേണ്ടതായിട്ട് വരും. ചിലപ്പോൾ കുറച്ച് കൂടുതലാണെങ്കിൽ കീറേണ്ടതായിട്ട് വരും. പിന്നെ ആന്റിബയോട്ടിക് കഴിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതൊക്കെ ഭയങ്കര കോംപ്ലിക്കേഷനിലേക്ക് പോകും. അപ്പൊ ആ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവാണ്ടിരിക്കാൻ ഫീഡിങ് അറ്റാച്ച്മെന്റ് കറക്റ്റ് ആയിട്ട് ഫീഡിങ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ വേഗം ഇഷ്യൂസ് സോൾവ് ആവും. ഇതൊരു ബ്രസ്റ്റ് ആബ്സസ്, ഓൾമോസ്റ്റ് ഈ ബ്രസ്റ്റ് പഴുപ്പായി മാറി. ഇനി ഇത് നമുക്ക് പഴുപ്പ് കുത്തിയെടുക്കാതെ അല്ലെങ്കിൽ കീറാതെ ഹീൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും അമ്മമാരുടെ ബ്രസ്റ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇനി ഫീഡിങ്ങിനെ കുറിച്ച് വേറെ പറയാനുള്ള കാര്യം, അമ്മമാര് ചോദിക്കും മുലപ്പാൽ കൂടാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത് ഡോക്ടറെ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂട്രീഷൻ ഈ ബ്രസ്റ്റ് മിൽക്ക് കൂടാ എന്നുള്ള പറയുകയാണെങ്കിൽ വാട്ടറാണ്, വെള്ളം. ഏകദേശം 3 മുതൽ 4 ലിറ്റർ വെള്ളം വരെ കുടിക്കണം. സമ്മർ സീസണിലൊക്കെ 4 ലിറ്റർ വെള്ളം കുടിക്കണം മദർ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ പാൽ ആവശ്യത്തിന് വരും. അതല്ലാതെ നിങ്ങൾ പാലിൽ പൊടി കലക്കി കുടിച്ചുകൊണ്ടോ വേറെ പല ഭക്ഷണം കഴിച്ചുകൊണ്ടോ ഒന്നും പാല് കൂടാൻ പോകുന്നില്ല. പാല് കൂടണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഔഷധം എന്ന് പറയുന്നത് വാട്ടറാണ്, വെള്ളമാണ്. നന്നായിട്ട് വെള്ളം കുടിക്കുക. സാധാരണ ഭക്ഷണം നന്നായി കഴിക്കണം. അതുകൂടാതെ സാധാരണ 3 നേരം ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ലാക്ടേറ്റിംഗ് മദേഴ്സ്, അതായത് മുലയൂട്ടുന്ന അമ്മമാര് 4 5 തവണ ഭക്ഷണം കഴിക്കണം. അപ്പൊ ആഡിക്വേറ്റ് ആയിട്ടുള്ള കാലറിയും പ്രോട്ടീൻസും അങ്ങനെ കിട്ടും. അതായത് 3 നേരത്തിന് പകരം 1 2 തവണ കൂടുതലായിട്ട് അമ്മമാര് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നല്ല പാലുൽപാദനം ഉണ്ടാവും. കൂടെ നന്നായി വെള്ളം കുടിക്കണം.
ചില ഏരിയയിലൊക്കെ പ്രത്യേകിച്ച് ചില ജില്ലകള് കേരളത്തില് കഷായ ചികിത്സയുണ്ട്. അതായത് ജനിച്ച കുട്ടി ജനിച്ച ഉടനെ അമ്മയ്ക്ക് പലതരം കഷായങ്ങൾ കൊടുക്കും. അപ്പോ കഷായം കൊടുക്കോ കൊടുക്കാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷെ ചില വൈദ്യന്മാരെന്ത് പറയുന്നു വെച്ച് കഴിഞ്ഞാല് കഷായം കുടിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കരുത് എന്ന് പറയും. അല്ലെങ്കിൽ വെള്ളം വളരെ കുറച്ചേ കുടിക്കാവുള്ളൂ എന്ന് പറയും. അപ്പൊ അത് ഭയങ്കര ദോഷകരമായിട്ട് ഭവിക്കും. കാരണം വാട്ടർ ഇൻടേക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ബ്രസ്റ്റ് മിൽക്കിന്റെ സെക്രീഷൻ ഭയങ്കരമായിട്ട് കുറയും. അപ്പോൾ കഷായം കഴിക്കുകയോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ്. അത് ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. പക്ഷേ വെള്ളം നന്നായി കുടിക്കണം. വെള്ളം നന്നായി കുടിച്ചു കഴിഞ്ഞാൽ പാല് നന്നായിട്ട് വരും. വാട്ടർ റെസ്ട്രിക്ഷൻ ഒരിക്കലും പാടില്ല. ഇനി എത്ര നാള് ഞാൻ എൻ്റെ കുട്ടിയെ ഫീഡ് ചെയ്യണം എന്നുള്ളതാണ്. മിനിമം 2 ഇയേഴ്സ് ഫീഡ് ചെയ്യണം. മിനിമം ആണ് പറഞ്ഞത് 2 ഇയേഴ്സ്. ഇനി കുട്ടിക്ക് വീണ്ടും നന്നായി പാല് കൊടുക്കണം എന്ന് പറയുകയാണെങ്കിൽ 2 ഇയേഴ്സ് കഴിഞ്ഞിട്ടും വേണമെങ്കിൽ ഫീഡ് ചെയ്യാം. മിനിമം 2 ഇയേഴ്സ് ആണ് ഫീഡിങ്. അപ്പൊ ഈ ഒരു സമയത്ത് പരമാവധി അടുത്ത പ്രഗ്നന്റ് ആവാണ്ട് നോക്കണം. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ഉള്ള കുട്ടിക്ക് നന്നായിട്ട് എന്താ പറയാ പാല് കിട്ടും, ന്യൂട്രീഷൻ കിട്ടും. അതുകൂടാതെ നിങ്ങളുടെ ബോഡി കംപ്ലീറ്റ് റിക്കവറി ആയി ഹീമോഗ്ലോബിൻ ലെവലൊക്കെ ഒന്ന് കറക്റ്റ് ആയി ഫിറ്റ് ഫോർ അതർ പ്രഗ്നൻസി ആവും. അപ്പോൾ ഒരു 2 to 3 ഇയേഴ്സ് എപ്പോഴും സ്പേസിങ് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഏതെങ്കിലും അവസരങ്ങളിൽ കുട്ടിക്ക് പാല് കൊടുക്കാൻ പറ്റാത്തതായിട്ടുണ്ടോ ഡോക്ടറെ എന്ന് ചോദിക്കും. വളരെ റെയർ കണ്ടീഷൻസിൽ മാത്രമേ നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാൻ പാടില്ല എന്ന് പറയുള്ളൂ. കുട്ടിയുടെ അമ്മയ്ക്ക് സാധാരണ വരുന്ന പനി, ചുമ, ജലദോഷം, വയറിളക്കം ഒന്നും ബ്രസ്റ്റ് ഫീഡിന്റെ കോൺട്രാ ഇൻഡിക്കേഷൻ അല്ല. അതായത് ഈ സമയങ്ങളൊക്കെ തന്നെ കുട്ടികൾക്ക് പാല് കൊടുക്കാം. യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ല. പക്ഷെ പരമാവധി കൈയൊക്കെ വൃത്തിയാക്കിയിട്ട് മാസ്ക് ഒക്കെ ഉപയോഗിച്ച് പാല് കൊടുക്കാൻ ശ്രമിക്കുക. പനി, ചുമ, ജലദോഷമുള്ള സമയത്ത്. ഈവൻ കോവിഡിന്റെ സമയത്ത് വരെ നമ്മൾ കോവിഡ് ഉള്ള മദേഴ്സിന് വരെ തന്റെ കുട്ടിക്ക് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാൻ അഡ്വൈസ് ചെയ്യുമായിരുന്നു മാസ്ക് ഇട്ടിട്ട്. അപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ സിഗ്നിഫിക്കൻസ് അത്ര ഇമ്പോർട്ടന്റ് ആണ്. വളരെ റെയർ ആയിട്ട് ഗലക്ടോസീമിയ, കഞ്ചനിറ്റൽ ലാക്ടോസ് ഇൻടോളറൻസ്, പിന്നെ ചില ക്യാൻസർ ഡ്രഗ്സ് കഴിക്കുന്ന അമ്മമാര്, ചില തൈറോയിഡിന് മരുന്ന്, എൽട്രോക്സിൻ, തൈറോനോം അങ്ങനത്തെ മരുന്നല്ല, ചില തൈറോയിഡിന്റെ പ്രവർത്തനം കൂടുമ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി കഴിക്കുന്ന കുറച്ച് മരുന്നുകൾ, ചില സൈക്യാട്രി മരുന്നുകൾ, അതൊക്കെ അങ്ങനെ കുറച്ച് മരുന്നുകൾ മാത്രം കഴിക്കുന്ന സമയത്ത് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പാടില്ല എന്ന് പറയും. ഒട്ടുമിക്ക അസുഖങ്ങൾക്കും മദറിന് ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അതേപോലെ കുട്ടിക്ക് ചെറിയ ജലദോഷം, ചുമ, പനിയുള്ള സമയത്തൊക്കെ നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യണം. പിന്നെ അമ്മമാര് ചില അസുഖങ്ങൾക്ക് ആന്റിബയോട്ടിക് ഒക്കെ എടുക്കുന്ന സമയത്ത് കുട്ടിക്ക് ചിലപ്പോൾ ചെറിയ വയറിളക്കം കണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മമാര് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ആന്റിബയോട്ടിക് കഴിക്കാവുള്ളൂ. സ്വന്തമായിട്ട് ആന്റിബയോട്ടിക് ഒന്നും വാങ്ങിച്ച് കഴിക്കാണ്ടിരിക്കാൻ ശ്രമിക്കണം. കാരണം കുട്ടിക്ക് ചിലപ്പോൾ ഒരു സ്റ്റൊമക് അപ്സെറ്റ് വരാനുള്ള ചെറിയൊരു പോസിബിലിറ്റി ഉണ്ട്. എന്ന് വെച്ച് അസുഖം വളരെ മൂർച്ഛിച്ച് ആന്റിബയോട്ടിക് കഴിക്കാതിരിക്കുന്നല്ല, ഡോക്ടറുടെ അഡ്വൈസിൽ ആന്റിബയോട്ടിക് കഴിക്കാം, കുഴപ്പമില്ല. ഇനി ചില അമ്മമാർക്ക് പഠിക്കാൻ പോകുന്ന അമ്മമാരുണ്ടാവും. അല്ലെങ്കിൽ പ്രത്യേകിച്ച് 6 മന്ത്സ് വരെ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാലും അതിനിടയ്ക്ക് വല്ലൊരു PSC എക്സാം എഴുതുന്നുണ്ടാവും. അപ്പൊ ആ ഒരു സമയത്ത് എങ്ങനെ എൻ്റെ കുട്ടിക്ക് പാല് കൊടുക്കാൻ പറ്റും? അതിന് നമുക്ക് എക്സ്പ്രസ്ഡ് ബ്രസ്റ്റ് മിൽക്ക് അഥവാ പാല് പിഴിഞ്ഞു കൊടുക്കാം. പാല് പിഴിഞ്ഞ് നമുക്ക് കണ്ടെയ്നറിൽ വെക്കാൻ പറ്റും. നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു സ്റ്റീൽ പാത്രത്തിൽ പാല് പിഴിഞ്ഞ് നമുക്ക് വെക്കാം. അങ്ങനെ പിഴിഞ്ഞു വെക്കുന്ന പാല് ഒരു റൂം ടെമ്പറേച്ചർ, അതായത് ഒരു 29°C, നമ്മുടെ ഒരു തണുത്ത റൂമിൽ ഒരു തണുത്ത ഏരിയയിൽ വെക്കാനാണെങ്കിൽ ഒരു 4 അവേഴ്സ് വരെ നമുക്ക് സൂക്ഷിക്കാം. നല്ല ക്ലീൻ കണ്ടെയ്നറിൽ അപ് ടു 4 അവേഴ്സ് നമുക്ക് സൂക്ഷിക്കാം. ഇനി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനാണെന്നുണ്ടെങ്കിൽ 4 ഡിഗ്രി സൂക്ഷിക്കാനാണെന്നുണ്ടെങ്കിൽ 2 to 8 ഡിഗ്രി, ആ ഒരു 4 ഡിഗ്രി സൂക്ഷിക്കാനാണെങ്കിൽ 24 അവേഴ്സ് നമുക്ക് പാല് സൂക്ഷിക്കാം. അപ്പൊ അങ്ങനെ പാല് സൂക്ഷിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വളരെ തണുപ്പോടെ കൊടുക്കരുത്, ഒന്ന് തണുപ്പൊന്ന് മാറിയിട്ട് പാല് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നോർമൽ കണ്ടെയ്നറിലാണെങ്കിൽ 4 അവേഴ്സ് വരെ നമുക്ക് സൂക്ഷിക്കാം, എന്നിട്ട് ഫീഡ് ചെയ്യാം. അപ്പൊ എക്സാമിന് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം? മോർണിംഗ് ഒരു 8 മണിക്ക് റൈറ്റ് ബ്രസ്റ്റിൽ നിന്ന് പാല് മൊത്തം കൊടുക്കാം. എന്നിട്ട് ലെഫ്റ്റ് ബ്രസ്റ്റിലെ പാല് മൊത്തം പിഴിഞ്ഞു വെക്കുക. എന്നിട്ട് കുട്ടിക്ക് ഒരു 3 അവേഴ്സ് അല്ലെങ്കിൽ 2 അവേഴ്സ് കഴിയുമ്പോൾ ആ പിഴിഞ്ഞു വെച്ച പാല് കൊടുക്കുക. അടുത്ത 3 ഇയേഴ്സ് ആകുമ്പോഴേക്കും മദർ എക്സാം കഴിഞ്ഞ് തിരിച്ചു വരും. അപ്പോൾ അടുത്ത ബ്രസ്റ്റിൽ നിന്ന് പാല് കൊടുക്കുക. അങ്ങനെ നമുക്ക് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് ബ്രേക്ക് ചെയ്യാണ്ട് പോകാൻ പറ്റും. ഇനി നമ്മൾ തുടക്കത്തിൽ കുട്ടികൾക്ക് പാല് കൊടുക്കുന്നതിനേക്കാൾ മുന്നേ ചില ഏരിയാസിലൊക്കെ നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും തേന്, വയമ്പ് അല്ലെങ്കിൽ സ്വർണത്തിന്റെ ഇതൊക്കെ നാവിലുരയ്ക്കുന്ന പരിപാടി, അല്ലെങ്കിൽ ഏതെങ്കിലും സംസം വെള്ളം പള്ളികളിൽ നിന്ന്, അല്ലെങ്കിൽ തീർത്ഥം അമ്പലത്തിൽ തീർത്ഥ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പൊ ഒരു കാരണവശാലും അത് നമ്മൾ എൻകറേജ് ചെയ്യാൻ പാടില്ല. കാരണം ജനിച്ച ഒരു കുട്ടിക്ക് ആ ജനിച്ച ടൈമിൽ നല്ല ദാഹം ഉണ്ടാവും.
ആ നല്ല ദാഹമുള്ള സമയത്ത് നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് കറക്റ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ കറക്റ്റായിട്ട് നന്നായി സക്ക് ചെയ്ത് ആ ബ്രസ്റ്റ് ഫീഡിങ് വേഗം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ബ്രസ്റ്റ് ഫീഡിങ് തുടങ്ങണേക്കാൾ മുന്നേ നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലും വെള്ളമോ അല്ലെങ്കിൽ തേനോ വയമ്പോ കൊടുക്കുവാണെങ്കിൽ കുട്ടിയുടെ വിശപ്പ് കെടും, ആ ദാഹം കെടും. പിന്നെ കുട്ടി ബ്രസ്റ്റ് സക്ക് ചെയ്യില്ല. അപ്പോൾ ബ്രസ്റ്റ് സക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ബ്രസ്റ്റ് ഫീഡിങ് തന്നെ ഫെയിലിയർ ആയി മാറും. അപ്പോൾ ഒരു കാരണവശാലും ഇങ്ങനത്തെ പ്രാക്ടീസസ് അവോയ്ഡ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അതായത് പ്രീ ലാക്ടൽ ഫീഡ്, മുലപ്പാൽ കൊടുക്കുന്നതിനേക്കാൾ മുന്നേ ഇങ്ങനത്തെ സാധനങ്ങൾ കൊടുക്കാണ്ടിരിക്കുന്നതാണ് സയന്റിഫിക്കലി നോക്കുമ്പോൾ നല്ലത്. അപ്പൊ ബ്രസ്റ്റ് മിൽക്ക് നന്നായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി ഇപ്പൊ വർക്കിംഗ് മദേഴ്സിന്റെ കാര്യം, വർക്ക് ചെയ്യുന്ന മദേഴ്സ് പരമാവധി 6 മന്ത്സ് തന്നെ പാൽ കൊടുക്കാൻ നോക്കണം. ലീവൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കുക. ഇനി ഉച്ചയ്ക്കൊക്കെ അതായത് രാവിലെ വർക്കിന് പോയി ഉച്ചയ്ക്ക് വരാൻ പറ്റുന്ന മദേഴ്സിന് രാവിലെ ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്യുക. ഇടയ്ക്ക് സമയത്ത് കൊടുക്കുക. ഉച്ചയ്ക്ക് വരുമ്പോൾ ഒരു ബ്രസ്റ്റിൽ പാൽ കൊടുക്കുക, മറ്റേ ബ്രസ്റ്റിൽ വീണ്ടും എക്സ്പ്രസ് ചെയ്യുക. അങ്ങനെ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡ് അപ് ടു 6 മന്ത്സ് കണ്ടിന്യൂ ചെയ്യുന്നതാണ് നല്ലത്. 6 മന്ത്സിന് ശേഷം നമുക്ക് സെമി സോളിഡ് ഫുഡ്സ് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ 6 മാസം നമ്മൾ മുലപ്പാൽ മാത്രം കൊടുക്കും. 6 മന്ത്സിന് ശേഷം മുലപ്പാൽ മാത്രം കൊടുത്ത് തികയില്ല. അപ്പോൾ നമ്മൾ പതുക്കെ കുറുക്ക് കൊടുത്തു തുടങ്ങും. പിന്നെ 12 മന്ത്സിന് ശേഷം ഏകദേശം നമ്മൾ ഫാമിലി കഴിക്കുന്ന എല്ലാ ഫുഡ്സും നമ്മൾ കുട്ടികൾ കഴിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഈ ഒരു സ്ലൈഡ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് റെഫർ ചെയ്തിട്ടുള്ള ബുക്സും ഗൈഡ് ലൈൻസും. അപ്പോൾ ഇനി ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അടുത്തതായിട്ട് നമുക്ക് കോംപ്ലിമെന്ററി ഫീഡിങ്, അതായത് കട്ടിയാഹാരം 6 മാസത്തിന് ശേഷം കട്ടിയാഹാരങ്ങൾ എങ്ങനെ കറക്റ്റ് രീതിയിൽ കൊടുക്കാം എന്നുള്ളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ന്യൂ ബോൺസ്, അതായത് നവജാത ശിശുവിന്റെ കെയർ, എങ്ങനെയൊക്കെയാണ് കുട്ടിയെ കെയർ, എങ്ങനെ കുളിപ്പിക്കണം, പൊക്കിൾക്കൊടി എന്തൊക്കെ ചെയ്യണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അടുത്ത വീഡിയോസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത്ര നേരം വളരെ ശ്രദ്ധയോടെ ക്ലാസ് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. ഹാപ്പി മദർഹുഡ്.